ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാനപ്പെട്ട കാമയുടെ ഭാരവാഹികളെ, മറ്റു പഠിതാക്കളെ, ബാക്കിയുള്ളവരൊന്ന് മ്യൂട്ട് ചെയ്യണേ. ആരെങ്കിലും ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ. ഓക്കെ. ആരൊരാളെ അലീമോ? അപ്പൊ ഇൻഷാ അല്ലാഹ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫുറൂഇയായ ഇറാബുകളെ കുറിച്ചാണ് ചർച്ച ചെയ്തത്. അത് കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെയാണല്ലോ? അസ്മാഉൽ ഹംസയെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ ജംഉ മുഅന്നസ് സാലിം, മുദക്കർ സാലിം, തസ്നിയ ഇറാബുകൾ, അതിന്റെ ബാക്കി കൂടി പറഞ്ഞ് നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. അതിൽ 3 കൂടിയാണ് ബാക്കിയുള്ളത്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആദ്യമായിട്ട് പറയുന്നത്. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ മൊത്തം നമ്മൾ പറഞ്ഞ ഒരു കാര്യം. അസ്മാഉൽ ഹംസ, മുസന്ന, ജമുൽ മുദക്കർ സാലിം, ജമുൽ മുഅന്നസ് സാലിം, മംനൂ മിന സർഫ്, ഫിഅലുൽ മുളാരി, മുഅത്തലുൽ ആഖിർ, അൽ ഹംസ. ഈ 7 ഫർഇയായ ഇറാബ് അലാമത്ത് ലഭിക്കുന്നത്, അതായത് സാധാരണയിൽ നിന്നും വ്യത്യാസപ്പെട്ടുകൊണ്ട് ഇറാബ് ലഭിക്കുന്നത് എന്ന കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ അസ്മാഉൽ ഹംസയെ കുറിച്ച് ചർച്ച ചെയ്തു, മുസന്ന ചെയ്തു, ജമു മുദക്കർ സാലിം കഴിഞ്ഞു, ജമുൽ മുഅന്നസ് സാലിം കഴിഞ്ഞു. ഇനി 5 മംനൂ മിന സർഫാണ് ആദ്യമായിട്ട് പറയുന്നത്. വളരെ പ്രധാനപ്പെട്ട, എന്നാൽ പെട്ടെന്ന് ഡൗട്ട് വരുന്ന ഒരു ഏരിയയാണ് ഈ മംനൂ മിന സർഫ്. ഒരുപാട് ചോദ്യങ്ങൾ ഇതുമായി കണക്റ്റഡ് ആയിട്ട് വരാറുണ്ട്. നമുക്ക് നേരിട്ട് വിഷയത്തിലേക്ക് കടക്കാം. മംനൂ മിന സർഫ് എന്ന് പറഞ്ഞാൽ അൽ ഇസ്മുൽ മുഅറബ് അല്ലദി ലാ യഖ്ബലു തൻവീൻ വല്ലദി തകൂനു അലാമത്തു ജരിഹി അൽ ഫതഹ ഇവദൻ അനിൽ കസ്റ. തൻവീന് സ്വീകരിക്കാത്ത, ജറിന്റെ അടയാളം കെസ്റത്തിന് പകരമായിട്ട് ഫതഹത്ത് വരുന്ന മുഅറബായ ഇസ്മിനാണ് മംനൂ മിന സർഫ് എന്ന് പറയാം. അതായത് മംനൂ മിന സർഫിന് 2 പ്രത്യേകതകളാണുള്ളത്. ഒന്ന്, അലാമാത്തുൽ ഇറാബിൽ ഫർഇയയിൽ വരുന്നുണ്ട്. അതായത് സാധാരണഗതിയിൽ വരുന്നതിൽ നിന്ന് വ്യത്യാസപ്പെട്ടുകൊണ്ട് കെസ്റത്ത് കൊണ്ട് ജറല്ല, ഫതഹത്ത് കൊണ്ടാണ് ജറ് വരിക. നസ്ബ് ഫതഹത്ത് കൊണ്ടാണ്, അവിടെ വ്യത്യാസമില്ല. റഫ് ദമ്മത്ത് കൊണ്ടാണ്, അവിടെയും വ്യത്യാസമില്ല. എന്നാൽ ജറ് വരുന്നത് കെസ്റത്ത് കൊണ്ടാണ് എന്നതിൽ നിന്ന് വ്യത്യാസപ്പെട്ടുകൊണ്ട് ഫതഹത്ത് കൊണ്ട് ജറ് എന്നുള്ളതാണ് മംനൂ മിന സർഫിന്റെ പ്രത്യേകത. ഇതാണ് അലാമാത്തുൽ ഇറാബുൽ ഫർഇയിൽ വരുന്നത്. അതോടൊപ്പം തൻവീൻ വരികയില്ല. അത് റഫ്ഇന്റെ അവസരത്തിലും നസ്ബിന്റെ അവസരത്തിലും ജറിന്റെ അവസരത്തിലും ഒന്നും തന്നെ ഒരിക്കലും തൻവീനെ സ്വീകരിക്കുകയും ചെയ്യാത്ത ഇസ്മിനാണ് മംനൂ മിന സർഫ് എന്ന് പറയുക. അപ്പൊ മംനൂ മിന സർഫ് എന്ന് വരുമ്പോഴേക്ക് നമ്മളെ മനസ്സിൽ വേണ്ടത് ഫതഹത്ത് കൊണ്ടായിരിക്കും ജറ്. അതാട്ട് ഓർക്കുക, ഫതഹത്ത് കൊണ്ടായിരിക്കും ജറ്. ബാക്കിയൊക്കെ ഓക്കെയാണ്. തൻവീൻ വരികയുമില്ല. ഈ 2 പ്രത്യേകതകൾ, ഫതഹത്ത് കൊണ്ട് ജറ് ചെയ്യും, തൻവീൻ വരികയില്ല. ഈ 2 പ്രത്യേകതകളാണ് മംനൂ മിന സർഫിന് ഉള്ളത്. ഇനി അതിൽ ശ്രദ്ധിക്കേണ്ടത് 2 കാര്യങ്ങൾ, 2 സബബുകൾ മിങ്കിളായിട്ട് ചേർന്ന് വരുമ്പോഴാണ് ഒരു ഇസ്മ മംനൂ മിന സർഫിൽ വരുന്നത്. സാധാരണഗതിയിൽ 2 സബബ് വേണം. അത് പറയൂ എന്താക്കാണെന്നുള്ളത്. ഇത് 2 കൂടി ചേർന്ന് വരുമ്പോഴാണ് മംനൂ മിന സർഫിൽ വരുന്നത്. എന്നാൽ ഒരു സബബ് കൊണ്ട് മാത്രം മംനൂ മിന സർഫിൽ വരുന്നതും ഉണ്ട്. അത് ശേഷം അവസാനം പറയാം, ഒറ്റ കാരണം കൊണ്ട്. അപ്പൊ സാധാരണഗതിയിൽ വരുന്നത് 2 സബബും. അത് 2-ൽ ഒന്ന് അലമാവുക എന്നത്. അലമാവുക, ആ ഇസ്മ ഒരു അലമാണ്, ഒരു പേരാണ്, ഒരു വസ്തുവിന്റെ നാമമാണ്. ഒരു ആളുടെയോ ഒരു സ്ഥലത്തിന്റെയോ ഒരു വസ്തുവിന്റെയോ ഒക്കെ നാമമായിട്ട് വരുന്ന അലമാണ്. അല്ലെങ്കിൽ വിശേഷണമാണ്, സിഫത്താണ്. അപ്പൊ അലമിന്റെ കൂടെ ഇന്ന കാരണങ്ങൾ ചേർന്ന് വരിക എന്ന് പറയും. അതിൽ ഏതെങ്കിലും ഒരു കാരണം അലമാവുന്നതോടൊപ്പം അതും കൂടി ചേർന്ന് വന്നിട്ടുണ്ടെങ്കിൽ, അലമായ മാത്രം പോരാ, ഏതെങ്കിലും ഒന്ന് ചേർന്ന് വരണം താഴെ പറയാൻ പോകുന്ന. അല്ലെങ്കിൽ സിഫത്താവുക, അതോടൊപ്പം താഴെ പറയാൻ പോകുന്ന കുറച്ച് കാരണങ്ങളുണ്ട്. അത് 2 കൂടി ചേർന്ന് വരുമ്പോഴാണ് മംനൂ മിന സർഫ് എന്ന് പറയുന്ന ഫതഹത്ത് കൊണ്ട് ജറും തൻവീൻ സ്വീകരിക്കാത്തയും അവസ്ഥ വരിക. അതിൽ നോക്കാം. ഒരു അലമാണെങ്കിൽ മുഅന്നസായ അലമാവുക. ഒന്നെങ്കിൽ ഒരു അലമായിട്ട് വന്നത് മുഅന്നസ് ആവുക. അപ്പൊ അലമ് എന്ന കാരണവും മുഅന്നസ് എന്ന കാരണവും ചേർന്ന് വന്നു കഴിഞ്ഞാൽ ആ ഇസ്മ മംനൂ മിന സർഫിൽ വരും. ആയിജമിയാവുക, അലമിന്റെ കൂടെ വരുന്ന ആയിജമിയാവുക എന്ന് പറഞ്ഞാൽ
അനർബി പദമായിട്ട് വരിക. ഏതെങ്കിലും ഒരു ഫിഇലിന്റെ രൂപത്തിൽ, ഇപ്പൊ യഫ്ഇലു, യഫ്ഉലു, യഫ്അലു എന്നൊക്കെ പറയുന്ന മുളാരിയുടെ അല്ലെങ്കിൽ അങ്ങനെ ഏതെങ്കിലും ഒരു ഫിഇലിന്റെ പാറ്റേണിൽ അലം വരിക, അല വസ്നിൽ ഫീൽ ആവുക. 4 അലിഫുൻ നൂനും സായിദയായിട്ട്, അവസാനത്തിൽ അലിഫുൻ നൂനും ഉസ്മാനൊക്കെ പോലെ അലിഫുൻ നൂനും സായിദയായിട്ട് വരുന്ന അലമാവുക. 5 മുറക്കബ് മസ്ജി ആയിട്ട് വരിക, മുറക്കബ് മസ്ജിയ, ഓരോ നമുക്ക് പറയാം. 6ാമത്തത് അതിലുള്ള അലമാവുക, എന്തെങ്കിലും ഒരു മാറ്റം വരിക, അതിൽ പറയുമ്പോൾ മാറ്റം വരിക. ഈ 6 കാര്യങ്ങളിൽ മുഅന്നസ്, അഅ്ജമി, വസ്നുൽ ഫിഇല്, അലിഫ് നൂൻ സായിദ, മുറക്കബ് മസ്ജി, അതില്. സ്ക്രീൻ ഉണ്ട്, കാരണം ഞാൻ മൊബൈലും ലാപ്പിലും കൂടിയാണ് നോക്കുന്നത്. അപ്പോൾ ഇല്ലാത്തവരൊന്ന് റിമൂവ് ആയിട്ട് വീണ്ടും ജോയിൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ 6ൽ ഏതെങ്കിലും ഒന്ന് അലമിന്റെ കൂടെ യോജിച്ച് വന്നു കഴിഞ്ഞാൽ അത് മംനൂ മിനസ് സർഫിൽ പെടും. വളരെ ശ്രദ്ധിക്കണേ. മുഅന്നസ് ആവുക, അങ്ങനെയല്ല, അല്ലെ അഅ്ജമി, അല്ലെ വസ്നുൽ ഫിഇല്, അല്ലെ അലിഫ് നൂൻ സായിദ, അല്ലെ മുറക്കബ് മസ്ജി, അല്ലെ അതുൽ. ഇനി അത് ഓരോന്നും എന്താണെന്നുള്ളത് പറയാം. ഓക്കെ. 1ാമത്തത് മുഅന്നസായ അലമാവുക എന്നല്ലേ. ആയിഷ, ആയിഷ എന്നതൊരു അലമാണ്, ഒരു പെണ്ണിന്റെ പേരാണ്. അതോടൊപ്പം അതൊരു സ്ത്രീയുടെ പേരാണ്, മുഅന്നസിന്റെ അലമാണ്. അപ്പൊ നദർതു ഇലാ ആയിഷത്ത, ആയിഷത്ത എന്നാണ് പറയുക. ജറ് ഫതഹത്ത് കൊണ്ടാണ്, തൻവീൻ സ്വീകരിക്കുകയും ഇല്ല. സൈനബ്, ഇപ്പൊ ജാഅത്ത് സൈനബു, സൈനബ് വന്നു എന്ന് പറയുമ്പോൾ ജാഅത്ത് സൈനബു എന്നാ പറയാം. മക്ക, അതൊരു സ്ഥലത്തിന്റെ പേരാണ്. അപ്പൊ താ ഉള്ള ഒരു മുഅന്നസായ അലമാണത് മക്ക. അപ്പൊ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വുലിദ ബി മക്കത്ത, അതൊക്കെ എന്താണ്? മുഅന്നസായ അലമുകളാണ്. ഇങ്ങനെ ഒരു അലമു മുഅന്നസായിട്ട് വന്നു കഴിഞ്ഞാൽ അത് മംനൂ മിനസ് സർഫിൽ പെടും. ഫതഹത്ത് കൊണ്ട് ജറായിരിക്കും, തൻവീൻ സ്വീകരിക്കുകയുമില്ല. 3 തരത്തിൽ മംനൂ മിനസ് സർഫ് മീൻസ് മുഅന്നസായ അലമുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. 3 തരത്തിൽ സത്യത്തിൽ മുഅന്നസായ അലമുണ്ട്. ആ 3ഉം എന്താണ്? മംനൂ മിനസ് സർഫിൽ. ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവാറുണ്ട്, താ ഉള്ളതേ വരുമോ, താ ഇല്ലാത്തത് വരുമോ? അങ്ങനൊന്നും വേണ്ട. അലമുകൾ 3 തരം പറയാൻ പോവുകയാണ്. 3ഉം മംനൂ മിനസ് സർഫിന്റെ ഗണത്തിൽ വരുന്നതാണ്. ഏതൊക്കെയാണ്? 1 മുഅന്നസുൽ ഹഖീഖി, അതായത് മഅനയിലും ലഫ്ലിലും മുഅന്നസാണ്. പെണ്ണ് എന്ന് പറയാൻ പറ്റൊരു പെണ്ണ് തന്നെയാണ്. അതുപോലെ ലഫ്ലിലും പദത്തിലും എന്തുണ്ട്? മുഅന്നസിന്റെ അലാമത്തുകൾ എന്തെങ്കിലും ഉണ്ട്, താ ഉണ്ട്. അപ്പൊ താ, ഇപ്പൊ ആയിഷ എന്ന് പറയുന്നത് ഒരു പെണ്ണിന്റെ പേരാണ്, അതോടൊപ്പം അത് താ ഉണ്ട്. അങ്ങനെ വരുന്നത് ഫാത്തിമ, ആയിഷ പോലെയുള്ള പദങ്ങളൊക്കെ എന്താണ്? മംനൂ, അത് ഹഖീഖിയായ മുഅന്നസ് എന്നാണ് പറയാ. അതും മംനൂ മിനസ് സർഫിൽ വരും. അങ്ങനെ 3 തരം പറയും. ഒന്ന് ഹഖീഖിയാണ്, സാധാരണ നമ്മൾ പെണ്ണ് എന്ന് പറയും, അതോടൊപ്പം അതിൽ എന്തുണ്ടാവും? അലാമത്തുണ്ടാവും. മ്യൂട്ട് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ. ആരാ? സുബൈബത്ത് ആരാണ്? ബാക്കിയുള്ള എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാവും, ശ്രദ്ധിക്കാം. മറ്റൊന്ന് ലഫ്ലിയായ മുഅന്നസ്. ലഫ്ലിയായ മുഅന്നസ് പദത്തിൽ അതിൽ എന്തുണ്ടാവും? മുഅന്നസിന്റെ താ ഉണ്ടാവും, പദത്തിൽ താ ഉണ്ടാവും. എന്നാൽ അത് മുദക്കറിന്റെ അലമാണ് സത്യത്തില്. ഉദാഹരണം പറയാം, ത്വൽഹ, ഇത് ആണിന്റെയോ പെണ്ണിന്റെയോ പേരോ? ആണിന്റെ പേരാണ്. മുആവിയ റളിയല്ലാഹു അൻഹു, ഇതൊക്കെ ആണിന്റെ പേരാണ്. പക്ഷെ ത്വൽഹത്ത്, മുആവിയത്ത്, മുഅന്നസിന് വരുന്ന ഒരു അടയാളം അവിടെ ഉണ്ട്. അപ്പൊ ലഫ്ലിയായ മുഅന്നസ്, അപ്പൊ പദത്തിലേക്ക് നോക്കിയാൽ ഇത് മുഅന്നസാണ്, എന്നാൽ അർത്ഥത്തിലേക്ക് നോക്കിയാൽ മുദക്കറാണ്. എന്നാൽ ഈ പദവും എന്ത് തന്നെയാണ്? മംനൂ മിനസ് സർഫിൽ വരുന്നത് തന്നെയാണ്. അലമു മുദക്കറാണെങ്കിലും അത് മുഅന്നസ്, ലഫ്ലിയായ മുഅന്നസ് ആയതുകൊണ്ട് മംനൂ മിനസ് സർഫിൽ. അതുകൊണ്ടാണ് നമ്മൾ അൻ അബി ഹുറൈറത്ത, അല്ലെ, ഹുറൈറത്ത എന്നാണ് പറയാ. അപ്പൊ അങ്ങനെ പറയുന്നതൊക്കെ അതുപോലെ തന്നെയാണ് പേരുകൾ. മറ്റൊന്ന് മാനവിയായത്. മാനവിയായെന്ന് പറഞ്ഞാൽ അർത്ഥത്തിലേക്ക് നോക്കിയാൽ എന്താ? സത്യത്തിൽ പെണ്ണിന്റെ പേരാണ്, പക്ഷെ അലാമത്തുകൾ ഇല്ല. സൈനബ്, സുആദ്, സൈനബ് എന്ന് പറഞ്ഞാൽ പെണ്ണിന്റെ പേരാണല്ലോ സാധാരണ സൈനബ്. പക്ഷെ സൈനബത്ത് എന്ന് താ കൊടുത്തുകൊണ്ടല്ല എഴുതാറുള്ളത്, അലാമത്തില്ല. പക്ഷെ അത് മായനൽ എന്താണ്? മുഅന്നസാണ്. ഇങ്ങനെ 3 തരത്തിലുണ്ട്. ഒന്ന് ഹഖീഖിയായത്, ലഫ്ലിലും മായനയിലും മുഅന്നസായത്. മറ്റൊന്ന് ലഫ്ലിയായത്, ആ ലഫ്ലിലേക്ക് നോക്കിയാൽ മുഅന്നസാണ്, പക്ഷെ അത് മുദക്കറിന്റെ അലമാണ്. മറ്റൊന്ന് ലഫ്ലിലേക്ക് നോക്കിയാൽ എന്താണ്? അത് മുഅന്നസ് അല്ല, പക്ഷെ അത് മുഅന്നസായ അലമാണ്. മാനവിയായ മുഅന്നസ് എന്നാ പറയാ. ഈ മാനവിയായതും ലഫ്ലിയായതും ഹഖീഖിയായും എല്ലാ മുഅന്നസും
മംനൂ മിന സർഫിന്റെ ഗണത്തിൽ വരുന്നത് തന്നെയാണ്. സംശയമില്ലാതിരിക്കാനാണ് ഇങ്ങനെയും പറഞ്ഞത്. ഇതാണ് മുഅന്നസായ അലമ് എന്ന് പറയുന്നത്. ഒന്നാമത്തത് 6 കാര്യങ്ങളാണ്, മറന്നു പോവരുത്. ഒന്നാമത്തതാണ് അലമ് മുഅന്നസായി വരിക എന്നുള്ളതാണ് മംനൂ മിന സർഫിൽ വരുന്നത്. ക്ലിയറായെന്ന് വിചാരിക്കുന്നു. ഇനി അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൂടുതലൊന്ന് അഡീഷണൽ ആയിട്ട് പറയാണ്, ഉപകാരപ്പെട്ടേക്കാം. ഒരു മുഅന്നസായ അലമാണ്, അറബിയാണ്, അറബി അല്ല, സുലാസിയാണ്, 3 അക്ഷരമുള്ള ഒരു മുഅന്നസിന്റെ അലമാണ്. നമ്മളിപ്പോ പറഞ്ഞ നിയമം എന്താ? മുഅന്നസായ അലമുകൾ മംനൂ മിന സർഫിൽ വരും എന്ന് പറഞ്ഞല്ലോ. എന്നാൽ ആ മുഅന്നസായ അലം 3 അക്ഷരമുള്ള ഒരു അറബി പദമാണ്, മധ്യത്തിൽ സുക്കൂനുമാണ്. അങ്ങനെ ഒരു അലമ് വന്നാൽ അത് മംനൂ മിന സർഫായിട്ടും അല്ലാതെയും ഉപയോഗിക്കൽ ജായിസാണ്. ഉദാഹരണം പറയും, മനസ്സിലാവും. ഹിന്ദ്. ഹിന്ദ് എന്നത് പെണ്ണിന്റെ പേരാണല്ലോ, അലമാണല്ലോ. അപ്പൊ മുഅന്നസായ അലമാണ്. നമ്മുടെ നിയമപ്രകാരം മുഅന്നസായ അലമാകുമ്പോൾ അത് മംനൂ മിന സർഫിൽ വരേണ്ടതാണ്. എന്നാൽ ഇത് 3 അക്ഷരമുള്ള, മധ്യത്തിൽ നൂനാണ്, അതിന് സുക്കൂനാണ്, അങ്ങനെയുള്ള 3 അക്ഷരമുള്ള മുഅന്നസിന്റെ അലമായതുകൊണ്ട് മംനൂ മിന സർഫാക്കിക്കൊണ്ട് ഹിന്ദി എന്ന് ജറിന്റെ സമയത്ത് പറഞ്ഞാലും ഹിന്ദ എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ തൻവീൻ ഉപയോഗിച്ചുകൊണ്ട് ഹിന്ദുൻ ഹിന്ദ് എന്ന് പറഞ്ഞാലും തെറ്റല്ല, രണ്ടും ജായിസാണ് എന്നൊരു പ്രത്യേകതയുണ്ട്. ഇതുപോലെ വന്നു കഴിഞ്ഞാൽ അലമു മുഅന്നസ് 3 അക്ഷരമുള്ള, മധ്യ അക്ഷരം സുക്കൂനുള്ളതായിരിക്കും. ഇനി ആജമിയായത് രണ്ടാമത്തെ അലമ് മംനൂ മിന സർഫിൽ വരുന്ന രണ്ടാമത്തെ കാര്യമാണ് ആജമിയാവുക, അനർബിയാവുക. ഇബ്രാഹിം എന്ന പേര് അത് പേർഷ്യൻ ഭാഷയിൽ നിന്ന് വന്നതാണ്, അറബി അല്ല. ഇപ്പൊ നമ്മൾ അത്തഹിയാത്തൊക്കെ ഓതുമ്പോ കമാ സൊല്ലൈതു അലാ ഇബ്രാഹിം അല, അങ്ങനെ ചിലത് അല ഇബ്രാഹിമി, അല വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ ഇബ്രാഹിമിന്ന് ജറല്ലേ. ഇത് മംനൂ മിന സർഫ് ആയതുകൊണ്ട് ഫതഹത്ത് കൊണ്ട് ജറാണ്. കാരണം ഇബ്രാഹിം എന്ന പദം അലമാണ്, അനർബിയായ പദമാണ്. ലണ്ടൻ, ലണ്ടൻ എന്നൊക്കെ ഉള്ള എന്താണ്? അത് ഒരു അറബി അല്ല, അനർബിയായ ആജമിയാണ്, ഒരു സ്ഥലത്തിന്റെ പേരാണ്. ഇബിലീസ്, ഇബിലീസ് എന്നൊക്കെ ഉള്ളത് അറബി ഭാഷയിൽ പെട്ടതല്ല, അനർബിയായ പദമാണ്. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം പേരുകളൊക്കെ മറ്റു ഭാഷ എന്നൊക്കെയുള്ള പേരുകൾ ഉണ്ടാവും. ഈ പേരുകളൊക്കെ എന്ത് വരും? അലമാണെങ്കിൽ അത് മംനൂ മിന സർഫിൽ ഗണത്തിൽ വരുന്നതാണ്. അങ്ങനെയാണ് ആജമിയായ അലമാവുക. ഇതാണ് രണ്ടാമത്. ഒന്ന് അലമു മുഅന്നസാവുക, അത് പറഞ്ഞു. 2 ആജമിയായ അലമാവുക, ഇതൊക്കെ മംനൂ മിന സർഫിൽ വരും. മൂന്നാമത്തത്, ഇനി അവിടെയും കൂടി ഒരു കാര്യം പറയാം. ഇതാ കാല അലമുൽ ആജമിയു, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആജമിയായ ഒരു അലമ് 3 അക്ഷരമുള്ളതാണ്. 3 അക്ഷരമുള്ളതാണെങ്കിൽ അതൊരിക്കലും അതുകൂടി മനസ്സിലാക്കുക. 3 അക്ഷരമുള്ളതിന് മാത്രം ഇതിൽ നിന്നും ഒഴിവാണ്. അതുകൊണ്ടാണ് നൂഹ്, ഹൂദ് പോലെയുള്ള പല പ്രവാചകന്മാരുടെ പേരുകൾ പോലും ഖുർആനിൽ വന്നത് തൻവീനൊക്കെ കൊടുത്തുകൊണ്ട് മുൻസരിഫായിട്ടാണ്, മംനൂ മിന സർഫ് ആയിട്ടില്ല. എന്തുകൊണ്ട്? അതൊക്കെ 3 അക്ഷരമുള്ളതാണ്. അപ്പൊ 3 അക്ഷരമുള്ള ആജമിയായ അലം ഇതിൽ ഒഴിവാണ്. 3ൽ കൂടുതൽ അക്ഷരങ്ങളുള്ള ആജമിയായ അലം മാത്രമേ മംനൂ മിന സർഫിൽ വരികയുള്ളൂ. ഇനി മൂന്നാമത്തെ കാരണം, ഒരു അലമ് ഫിഇലിന്റെ വസിലായിരിക്കും. ഏതെങ്കിലും ഒരു ഫിഇലിന്റെ പാറ്റേണിലാണ് അലമ് വന്നത് എങ്കിൽ അത് മംനൂ മിന സർഫിൽ വരും. ഓരോ കാര്യങ്ങൾ നന്നായിട്ട് ചിന്തിച്ച് മനസ്സിലാക്കി വെക്കേണ്ടതാണ്. ഇപ്പൊ അഹ്മദ്, നമ്മൾ അഫ്അല എന്ന ഫിഇലിന്റെ രൂപത്തിലാണ് അഹ്മദ് വരുന്നത്. ഒരാളുടെ പേര് തഅലബ്, തഫ്അലു എന്ന് പറയുന്ന യഫ്അലു ഫിഇൽ, യസീദ് യഫ്അൽ രൂപത്തിൽ, ഇങ്ങനെയൊക്കെയുള്ള ഏതെങ്കിലും ഒരു ഫിഇലിന്റെ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അത് മംനൂ മിന സർഫിന്റെ രൂപത്തിൽ അത് വരും. കാരണം അത് വസ്നുൽ ഫിഇൽ വന്നിട്ടുള്ള അലമാകുന്നു. കതബ്തു ഇലാ അഹ്മദ വഹുവ മിൻ തഗ്ലബ ദഹബ്തു ഇലാ യസീദ തുടങ്ങിയ ഫതഹത്ത് കൊണ്ട് ജറും തൻവീൻ വരികയുമില്ല എന്നുള്ളതാണ് വസ്നുൽ ഫിഇൽ വന്നാൽ. അപ്പൊ അലമിന്റെ മുഅന്നസായ അലമാവുക, ആജമിയാവുക, വസ്നുൽ ഫിഇൽ ഉണ്ടാവുക, 3 എണ്ണം കഴിഞ്ഞു. നാലാമത്തത് അലിഫുൻ നൂനും സായിദയായ അലമാവുക. ഇപ്പൊ ഉസ്മാന, റമളാൻ, സൽമാൻ, ഇതിനൊക്കെയുള്ള റഅയ്തു ഇന്ദ ഉസ്മാന ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ദഹബ്തു ബി സൽമാന. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും ഫതഹത്ത് കൊണ്ട് ജറ് കിട്ടിയത്. അതിന്റെ കാരണം ഇത് മംനൂ മിന സർഫാണ്.
അലിഫുൻ നൂനും സായിദയായ അലമാണ്. അലിഫുൻ നൂനും സായിദയാവുക എന്ന് പറയുമ്പോൾ വളരെ ശ്രദ്ധിക്കുക, 3 അക്ഷരത്തിന് ശേഷമായിരിക്കണം അലിഫുൻ നൂനും വരുന്നത്. അങ്ങനെയുള്ള പദമാണ് സായിദ. കാരണം ഏതിന്റെയും അസുല് 3 എന്നാണ് പരിഗണിക്കുക. 3ൽ കൂടുതൽ വരുന്ന സ്ഥലത്താണ് സായിദ എന്ന് നമ്മൾ പറയുക എന്നുകൂടി മനസ്സിലാക്കുക. അപ്പൊ ഈ പറയപ്പെട്ട പേരുകളൊക്കെ മംനൂ മിന സർഫിൽ വരാനുള്ള കാരണം അലിഫുൻ നൂനും സായിദയായത് കൊണ്ടാണ്. ഇതാണ് 4ാമത്തെ അലമ് മംനൂ മിന സർഫിൽ വരുന്ന കാര്യം. 5 മുറക്കബ് മസ്ജിയാവുക. മുറക്കബ് മസ്ജിയാവുക എന്ന് പറഞ്ഞാൽ 2 പദങ്ങൾ ചേർത്തുകൊണ്ട് ഒരു പേരാക്കി ഉപയോഗിക്കാം. ഇതാണ് മുറക്കബ് മസ്ജി. ന്യൂയോർക്ക്, ബൂർ സഈദ് സ്ഥലത്തിന്റെ പേരുകൾ, ബാലബക്ക് ഇതൊക്കെ സ്ഥലങ്ങളാണ്. ഇതൊക്കെ ന്യൂയോർക്ക്, ബൂർ സഈദ് ഇങ്ങനെയൊക്കെയുള്ള 2 പദങ്ങളെ ചേർത്ത് ഒന്നാക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് എന്ത് പറയുക, മംനൂ മിന സർഫിൽ വരുന്ന മുറക്കബ് മസ്ജി എന്ന് പറയുക. ഇതൊക്കെ മുറക്കബ്. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം സ്ഥലത്തിന്റെ പേരുകളൊക്കെ 2 പേരുകൾ ചേർന്നുള്ളതായിരിക്കും. ഇതൊക്കെ മംനൂ മിന സർഫിൽ വരും. കാരണം 2 പേരുകൾ ചേർത്തിരുന്നതാണ്, അത് മുറക്കബ് മസ്ജിയിൽ വരുന്നതാണ്. പറയാം, ഒന്നുകൂടി പറയാനുണ്ട്. എന്താണ് മുറക്കബ് മസ്ജി എന്ന് പറയാം. 3 തരമാണ് മുറക്കബ് ഉള്ളത്. ഒന്ന് മുറക്കബുൽ ഇലാഫി ഉണ്ട്, മറ്റൊന്ന് മുറക്കബുൽ ഇസ്നാദി ഉണ്ട്, മറ്റൊന്ന് മുറക്കബുൽ മസ്ജി ഉണ്ട്. മുറക്കബുൽ ഇലാഫി, മുറക്കബുൽ ഇസ്നാദി, മുറക്കബുൽ മസ്ജി. ഈ മുറക്കബുൽ മസ്ജി മാത്രമാണ് ഈ പറയപ്പെട്ട മംനൂ മിന സർഫിന്റെ ഗണത്തിൽ വരുന്നത്. എന്താണ് അത് നോക്കാം. മുറക്കബുൽ ഇലാഫി എന്ന് പറയാൽ മുലാഫും മുലാഫിലെയും ചേർന്നിട്ട് ഒരു പേരായിട്ട് വരും. അപ്പൊ അബ്ദുള്ള, അബ്ദുൽ ഖാദിർ ഇതിനൊക്കെ ഇറാബിലേക്ക് നോക്കിയാൽ അബ്ദു മുലാഫും അള്ളാഹി മുലാഫിലെയാണ്. അബ്ദു മുലാഫും അൽ ഖാദിർ മുലാഫിലെയുമാണ്. അങ്ങനെ ഒരു മുലാഫ് മുലാഫിലെ ഒരു ഇലാഫത്തുള്ള ഒരു പേര് അലമായിട്ട് ഉപയോഗിക്കുന്നതിനാണ് അൽ മുറക്കബുൽ ഇലാഫി എന്ന് പറയാ. പേര് പോലെ തന്നെ മുലാഫും മുലാഫിലെയായിട്ടായിരിക്കും ആ പേരിന്റെ സ്ട്രക്ചർ വരിക. മുറക്കബ് ഇസ്നാദി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫിയലും ഫായിലും അല്ലെ മുബ്തദാ ഖബർ, സത്യത്തിലൊരു ഫിയലും ഫായിലും ആണ്. അങ്ങനെയൊക്കെയുള്ള ഒരു സെന്റൻസ് എന്തായിട്ട് ഉപയോഗിക്കുക, പേരായിട്ട് ഉപയോഗിക്കാം. നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്ന പേരുകളുണ്ട്. തഅബത്ത് ഷർറൻ അല്ലെ, ജാഹിലിയ കാലഘട്ടത്തിലെ പ്രധാനപ്പെട്ട കവിയാണല്ലോ. അപ്പൊ തഅബത്ത് ഷർറൻ എന്നൊക്കെ ഉള്ള അദ്ദേഹത്തിന്റെ മാതാവ് അദ്ദേഹത്തിനെ കുറിച്ച് പറഞ്ഞതാണ്. ഒരിക്കൽ അദ്ദേഹം ഒരു വാള് കക്ഷത്തിൽ വെച്ച് പോയപ്പോൾ തഅബത്ത ഷർറന്നാണ്, ഷെറിനെ കക്ഷത്തിലാക്കി പോയി എന്നാണ് ഉമ്മ മറുപടി പറഞ്ഞത്. ആ ഒരു തഅബത്ത ഷർറൻ എന്ന് പറയുന്ന ഫേലും ഫായിലും മഫ്ഊലും കൂടിയ ഒരു ജുംല അദ്ദേഹത്തിന്റെ ഒരു ലഖബായിട്ട് മാറിയിട്ടാണ്. അദ്ദേഹത്തിന്റെ സ്ഥാനപ്പേരാണ് ഇന്ന് തഅബത്ത് ഷർറൻ നമ്മൾ അറിയപ്പെടുന്നത്. അതൊരു ജുംലയാണ്. അങ്ങനെയൊക്കെ ഏതെങ്കിലും ഒരു ജുംല പേരാക്കി വെച്ച് കഴിഞ്ഞാൽ അതിനാണ് മുറക്കബുൽ ഇസ്നാദി എന്ന് പറയാം. ഇത് രണ്ടുമല്ലാത്ത 2 പദങ്ങൾ ഏതെങ്കിലും എടുത്ത് ഇലാഫത്തായിട്ടും അല്ല ഫീലും ഫായിലുമായിട്ട് അങ്ങനെയല്ല, അല്ലാതെ അങ്ങോട്ട് അറ്റാച്ച് ചെയ്ത് 2 സാധനങ്ങൾ എടുത്ത് പേരാക്കുന്നതിന് പറയുന്ന പേരാണ് മുറക്കബുൽ മസ്ജി എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഈ പറയപ്പെട്ട ബാലബക്ക്, ന്യൂയോർക്ക് പോലെയുള്ള പദങ്ങൾ. ഫൗസിയ ഒന്ന് മ്യൂട്ട് ചെയ്യണേ. അപ്പൊ ഇങ്ങനെ ഈ ഗണത്തിൽ വരുന്ന മുറക്കബ് മസ്ജിയാണ് മംനൂ മിന സർഫിന്റെ ഗണത്തിൽ വരുന്നത് എന്ന് പറയാനാണ്. ഏതാണ് മുറക്കബ് മസ്ജി എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അങ്ങനെ മസ്ജിയായ മുറക്കബായ അലമാണെങ്കിൽ അത് മംനൂ മിന സർഫിൽ വരുന്നതാണ്. അവസാനത്തത് 6ാമത്തത് അൽ അലമുൽ മഅദൂലു. വളരെ ശ്രദ്ധിക്കുക. എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും, സിമ്പിളായിട്ട് പറഞ്ഞ് മനസ്സിലാക്കിയതാണ്. എന്നാൽ ഒന്നും കൂടി നമ്മൾ ബ്രീഫായിട്ട് പഠിക്കും. മഅദൂലായ അലമ് എന്നാ പറയാ. അദില് എന്ന് പറഞ്ഞാല് ഒരു യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടതിൽ നിന്നും മാറ്റിയിട്ട് മറ്റേതെങ്കിലും ഒരു രൂപത്തിൽ ഉപയോഗിക്കുന്നതിനാണ് അദില് ചെയ്യാന്ന് പറയാം. അത് സിഫത്തിലും വരുന്നതിന് ശേഷം യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടതിന് പകരമായിട്ട് എങ്ങനെങ്കിലും ഒരു മാറ്റം വരുത്തി ഉപയോഗിക്കാം. അതിന് അദില് എന്ന് അറബി ഭാഷയിൽ ഗ്രാമർ അനുസരിച്ച് പറയുന്നത്. ഇദാ കാന മഅദൂലൻ അൻ സ്വീഗതിഹി അൽ അസ്ലിയതി മഅ ബഖാഇ മഅനാഹു അൽ അസ്ലി മിസ്ല ഉമർ മഅദൂലുൻ അൻ ആമിർ വസഹർ മഅദൂലുൻ അൻ അസ്സഹർ. ഏതെങ്കിലും ഒരു അസ്ലിയായ സീഗയിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റം വരികയും എന്നാൽ അർത്ഥം ആദ്യത്തിലെ അസ്ലിയ അർത്ഥം തന്നെ വരും. ഉമർ എന്ന പേര് ആമിർ എന്നതിൽ നിന്നും ആമിർ എന്ന കറക്റ്റ് പറയേണ്ടത് അത് ഉമർ എന്നാക്കി മാറ്റിയതാണ്. അപ്പൊ അവിടെ ഒരു അതിൽ സംഭവിക്കുന്ന ആമിറിന്റെ അർത്ഥം തന്നെയാണ് ഉദ്ദേശിക്കുന്നത്.
അസ്സഹർ എന്ന് അലിഫ്ലാം കൊടുത്തുകൊണ്ട് മാരിഫിയാക്കി പറയുന്ന അർത്ഥം ഉദ്ദേശിച്ചുകൊണ്ട് അലിഫ്ലാമിനെ കളഞ്ഞുകൊണ്ട് സഹർ സഹർ എന്ന് പറയാം. അങ്ങനൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവിടെ അതിലുണ്ട് എന്നാണ് പറയാം. ഇതൊക്കെ മംനൂ മിന സർഫിന്റെ ഗണത്തിൽ വരുന്നതാണ്. മറർത്തു ബി ഉമറ സഹർ, സാഫർത്തു യൗമൽ ഖമീസ്, അസ്സഹർ എന്ന് പറയുന്നുണ്ട്. യൗമൽ ഖമീസ് വ്യാഴാഴ്ച ദിവസം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് അറിയപ്പെട്ട അസ്സഹർ എന്ന് പറയണം. ആ അസ്സഹർ എന്ന് പറയാതെ അലിഫ്ലാം ഒഴിവാക്കിക്കൊണ്ട് സഹർ എന്ന് പറയുക, അതൊക്കെ അതിൽപ്പെട്ടതാണ്. കാരണം അങ്ങനെ ഉപയോഗിക്കുന്ന നമ്മൾ റമദാനിന്റെ മുൻപേ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിലൊക്കെ പറയാറുണ്ട്, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ ശഹ്റ റമദാൻ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ അവിടെ അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബ വ ശഅബാൻ എന്ന് പറയാറുണ്ട്, റജബിൻ വ ശഅബാൻ എന്നും പറയാറുണ്ട്. റജബ വ ശഅബാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റജബ് എന്നതിൽ റജബ എന്ന് പറയാനുള്ള കാരണം അവിടെ അത് അലമ് മഅദൂലാണെന്നാ പറയാ. അർറജബ് എന്ന് സത്യത്തിൽ ഉണ്ടാകും, അലിഫ്ലാം കളഞ്ഞിട്ട് അർറജബ് എന്നുള്ള ഉദ്ദേശിച്ചുകൊണ്ട് പറയുന്നത് കൊണ്ടാണ് അവിടെ റജബാന്ന് പറയുന്നത്. എന്നാൽ റജബിൻ എന്ന് പറയുന്ന ആളുകളുണ്ട്, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം മാറി, അത് അലിഫ്ലാം ഉള്ള രൂപത്തിലുള്ള പ്രയോഗമല്ല എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഏതായാലും അങ്ങനെയൊക്കെ ഉള്ളതിനാ എന്ത് പറയാം, അതിൽ എന്ന് പറയാം. അലിഫ്ലാം കൊടുക്കേണ്ടതിന് അലിഫ്ലാം ഒഴിവാക്കുക, അല്ലെങ്കിൽ ഇതേപോലെ ആമിർ എന്നൊക്കെ പറയേണ്ടത് ഉമർ എന്ന രൂപത്തിലേക്കൊക്കെ മാറുക. ഏതെങ്കിലും അസ്ലിയായ പ്രയോഗത്തിൽ നിന്നും ആ അർത്ഥം ഉദ്ദേശിക്കലോട് കൂടി മറ്റൊരു രൂപത്തിലേക്ക് മാറ്റം വരുത്തുന്നതിനാണ് അതിൽ എന്ന് പറയുക. അങ്ങനെയുള്ള അലമുകളൊക്കെ മംനൂ മിന സർഫിൽ വരും. ഇത്രയുമാണ് അലമിന്റെ കൂട്ടത്തിൽ മംനൂ മിന സർഫിൽ വരുന്നത്. ഈ 6 എണ്ണവും ഏതാണെന്നുള്ള കൃത്യമായിട്ട് മനസ്സിലാക്കണം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി മംനൂ മിന സർഫ് മിന സിഫത്ത്, സിഫത്തിന്റെ കൂട്ടത്തിലുള്ള മംനൂ മിന സർഫ് വിശേഷണമായിട്ട് ഉപയോഗിക്കുന്ന അതിൽ വരാവുന്നത് ഏതൊക്കെയാണുള്ള? ഒന്ന് ഫഅലാൻ വസ്ന്, മറ്റൊന്ന് അഫ്അല വസ്ന്, മറ്റൊന്ന് സിഫത്തുൽ മഅദൂല. 3 എണ്ണമാണ് സിഫത്തിന്റെ കൂട്ടത്തിൽ എന്ത് പറയുന്നത് മംനൂ മിന സർഫിൽ വരുന്നത്. ഒന്ന് ഫഅലാൻ രൂപത്തിലുള്ള സിഫത്താവും, അല്ലെങ്കിൽ അഫ്അല രൂപത്തിലുള്ള സിഫത്താവും. മറ്റൊന്ന് സിഫത്തുൽ മഅദൂല. സിഫത്തുൽ മഅദൂല എന്ന് പറഞ്ഞാൽ ഉഹാദ്, മൗഹദില, ഉഷാർ പറയും, അല്ലെ ഉഹർ എന്ന പദം, ഇതൊക്കെ സിഫത്തുൽ മഅദൂല എന്ന് പറയാം. അതൊക്കെ എന്താണ് മംനൂ മിന സർഫിൽ വരുന്നതാണ്. ഈ 3 എണ്ണം ഓരോന്നും പറയാം. ഒന്ന് അത്തുഷാൻ, ദാഹിക്കുന്നവൻ, അത് ഫഅലാൻ രൂപത്തിലാണ്. ദാഹിക്കുന്നവൻ എന്നൊരു വിശേഷണമാണ്, ഒരു നാമവിശേഷണമാണ് അത്തുഷാൻ എന്ന് പറയുന്നത്. അപ്പൊ അൽ വലതു അത്തുഷാനു എന്ന് പറയും, അത്തുഷാനു എന്ന് പറയില്ല. ഗൽബാനു, റഅയ്തു റജുലൻ ഗൽബാന, ഗൽബാൻ എന്ന് പറയുന്നതും ഇതേപോലെ ഫഅലാൻ രൂപത്തിൽ വന്നിട്ടുള്ള സിഫത്താണ്. ജൗആൻ, മറർത്തു ബി റജുലിൻ ജൗആന, ഈ പറഞ്ഞതെല്ലാം ഫഅലാൻ രൂപത്തിൽ വന്നിട്ടുള്ള സിഫത്താണ്. അങ്ങനെയുള്ള സിഫത്തുകളൊക്കെ മംനൂ മിന സർഫിൽ വരുന്നതാണ്, ഫഅലാൻ രൂപത്തിൽ വരുന്ന സിഫത്ത്. രണ്ടാമത്തത് അഫ്അൽ രൂപത്തിലുള്ള സിഫത്ത്. ഓരോന്ന് ഓർത്ത് വെക്കണം, പെട്ടെന്ന് ഓർക്കാൻ പറ്റും. അഫ്അൽ രൂപത്തിൽ അഹ്മർ, അസ്ബക്, വിജയിച്ചവൻ എന്ന് പറയാൻ അതൊരു സിഫത്താണ് അഫ്അൽ രൂപത്തിൽ. അബിയദ്, ഇസ്തറൈതു കലമൻ അഹ്മർ ലസ്തു ബി അസ്ബക മിൻ അലീൻ വഹുവ റജുലുൻ അബിയദ്. ഇങ്ങനെയൊക്കെ അഫ്അൽ രൂപത്തിൽ ഉപയോഗിക്കുന്ന സിഫത്തുകളും മംനൂ മിന സർഫിൽ വരും. അതാ രണ്ടാമത്തത്. 3 മഅദൂലായ സിഫത്തുകൾ. നേരത്തെ പറഞ്ഞ അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും മഅദൂൽ എന്നത്. നേരത്തെ പറഞ്ഞ അതേ ചെയ്യണേ, നേരത്തെ പറഞ്ഞ അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും മഅദൂൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഏതെങ്കിലും യഥാർത്ഥ അസ്ലിയായ അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടതിന് തെറ്റിയിട്ട് മറ്റൊരു രൂപത്തിൽ ഉപയോഗിക്കുക, എന്നാൽ അർത്ഥം അസ്ലിയായതിന്റെ അർത്ഥം തന്നെ ഉദ്ദേശിക്കുകയും ചെയ്യാം. അങ്ങനെയുള്ളതിനാണ് അതിൽ എന്ന് പറയാം. അത് നേരത്തെ ഇസ്മിൽ നമ്മൾ പറഞ്ഞു, അലമിൽ നമ്മൾ പറഞ്ഞു, അതുപോലെ സിഫത്തിലുമുണ്ട്. നോക്കാം. 2 സ്ഥലത്ത് അതിൽ വരിക. ഒന്ന് ഉഹാദ്, മൗഹദ്, ഉഷാർ, മാഷർ. അതായത് പിന്നെ ഉഹാദ്, മൗഹദ്, സുനാ, മസ്ന, സുലാസ്. ഇപ്പൊ നമ്മൾ അങ്ങനെ എന്താക്കാറുണ്ട്, വാഹിദ് വാഹിദ് ഓരോന്നായിട്ട്, ഈരണ്ടായിട്ട്, മുമ്മൂന്നായിട്ട് നമ്മൾ പറയാൻ അറബിയിൽ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് ഉഹാദ് എന്ന് പറയും, അല്ലെങ്കിൽ മൗഹദ് എന്ന് പറയും. വാഹിദും വാഹിദ്, അല്ലെ ഇസ്നൈൻ ഇസ്നൈൻ, അങ്ങനെ ഈരണ്ടായിട്ട് മുമ്മൂന്നായിട്ട് എന്ന് പറയേണ്ടതിന് പകരം അതിന് ഉപയോഗിക്കുന്ന അതേ അർത്ഥത്തിൽ മറ്റൊരു പ്രയോഗമാണ് ഉഹാദ്. വാഹിദ് വാഹിദ് എന്ന സത്യത്തിൽ അത്, പക്ഷെ ഉഹാദ് എന്ന് പറയും. അല്ലെങ്കിൽ മൗഹദ്,
ആ രണ്ട് ഫുആല് എന്നോ അല്ലെങ്കിൽ മഫ്അലി എന്ന രൂപത്തിലേക്ക് 10 വരെയുള്ള എണ്ണത്തിനെ മാറ്റും. സുനാ അല്ലെ മസ്ന എല്ലാം ഞാൻ അവിടെ സ്ലൈഡിൽ കൊടുത്തതാണ്. സുലാസ് അല്ലെ മസ്ലസ് 3-ന്, റുബാ മർബ, ഇങ്ങനെ 10 വരെ പറയാറുണ്ട്. എല്ലാം അങ്ങനെ പ്രയോഗത്തിൽ വരാറില്ല, ഉപയോഗിക്കാറുമില്ല. എന്നാലും ഏതും പറയുന്നതും തെറ്റില്ല. ഖുർആനിലൊക്കെ മസ്നാവ സുലാസവ റുബാ എന്നൊക്കെ വന്നിട്ടില്ല. അവിടെ മസ്ന വന്നിട്ടുണ്ട്, സുലാസ് വന്നിട്ടുണ്ട്, റുബാ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ എന്താണ്? ഇസ്നൈൻ ഇസ്നൈനി അല്ലെ സലാസ് സലാസ് എന്ന അർത്ഥത്തിൽ വരുന്ന പ്രയോഗമാണ്. ഇപ്പൊ യഥാർത്ഥത്തിൽ ഉപയോഗിക്കേണ്ട വാഹിദ് വാഹിദ് എന്നതിന് പകരമായിട്ട് ഉഹാദ് എന്ന് ഉപയോഗിച്ചു. ഇസ്നൈൻ ഇസ്നൈൻ ഈ രണ്ടായിട്ട് എന്നതിന് പകരമായിട്ട് മസ്ന സുനാദ് എന്ന് ഉപയോഗിച്ചു. അപ്പൊ അവിടെ ഒരു അതിൽ സംഭവിച്ചു. അതുകൊണ്ട് ഈ പറയപ്പെട്ട വസനൊക്കെ എന്താകുന്നു? മംനൂ മിന സർഫിൽ വരുന്ന. മസ്ന എന്നോ സുലാസ് എന്നോ റുബ എന്നതൊക്കെ മംനൂ മിന സർഫിൽ വരുന്നതാണ്. അപ്പൊ ജാ അൽ ഖൗമ മസ്ന എന്ന് പറഞ്ഞാൽ ജാ അൽ ഖൗമ ഇസ്നൈൻ ഇസ്നൈൻ എന്നാണ്. ആ സമൂഹം മസ്നയായിട്ട് വന്നു എന്നൊരാൾ പറഞ്ഞാൽ ഈ രണ്ടുകളായി ഇങ്ങനെ വന്നത് അങ്ങനെ രണ്ട് ആളുകളായിട്ട് അങ്ങനെ വരുന്നതിനാണ് മസ്ന എന്ന് പറയാം. ഇനി അതേ വാക്ക് സുനാ എന്നും പറയാം. അങ്ങനെ പ്രയോഗിക്കുന്നതിനാണ് മുംജിദ, അങ്ങനെ പ്രയോഗിക്കുന്നതാണ് മംനൂ മിന സർഫ് വരുന്ന അദ്ൽ എന്ന് പറയുക. ഒന്ന് ഇതാണ് സിഫത്തിന്റെ കൂട്ടത്തിൽ വരുന്ന ഒന്ന്. ശ്രദ്ധിക്കണേ, മാദൂൽ വരുന്നത് ഈ രണ്ട്. ഉഹർ എന്നൊരു പദങ്ങൾ അങ്ങനെയായിട്ട് മനസ്സിലാക്കിയാൽ മതി. ഉഹർ എന്ന പദം, ഉഹർ എന്നത് മംനൂ മിന സർഫിൽ വരുന്നത് പിന്നെ എന്താകുന്നു? ഈ പറയപ്പെട്ട അദ്ല് എന്ന സിഫത്തും വന്നതുകൊണ്ടാണ്. ഉഹർ എന്നത് സിഫത്താണ്, അതോടൊപ്പം അത് അദ്ലും വന്നതുകൊണ്ട്. എങ്ങനെ അദ്ല് വന്നു ഞാനൊന്ന് പറഞ്ഞു തരാം. പക്ഷെ നിങ്ങൾ ഓർക്കേണ്ടത് ഉഹർ മംനൂ മിന സർഫാണ് എന്ന് കൃത്യമായിട്ട് ഓർക്കാം. ഉഹ്റ എന്നതിന്റെ ജമ്മാണ് ആഹർ. ഫോയില അതല്ല ഉഹ്റ സോറി ഉഹ്റ എന്നതിന്റെ മുഅന്നസാണ്. പിന്നെ ആഹറിന്റെ മുഅന്നസാണ് ഉഹ്റ. സാധാരണ നമ്മൾ അഫ്അൽ ഫോയില എന്നല്ലേ പറയല്. അഫ്അൽ ഫോയില എന്ന് അഹ്ലർ അല്ലെങ്കിൽ അതുപോലെ അബിയൽ അതുപോലെ അഹ്മർ എന്നൊക്കെ പറയുന്ന പോലെ അഫ്അൽ രൂപത്തിൽ സിഫത്ത് വന്നു കഴിഞ്ഞാൽ അതിന് പിന്നെ ഫോയില എന്നെന്തോ മുഅന്നസായിട്ട് ഉപയോഗിക്കും. അഫ്അലിന്റെ മുഅന്നസായിട്ട് വരുന്ന പദമാണ് ഫോയില. അപ്പൊ ആഹറിൻ്റെത് ഉഹ്റ എന്നാണ് സത്യത്തിൽ വരേണ്ടത്, മുഅന്നസ്. ഈ ഉഹർ എന്ന പദം ഉഹ്റ എന്ന മുഅന്നസിന്റെ ജമ്മാണ്. ഒന്നും കൂടി, ആഹർ എന്നുള്ളതിന്റെ മുഅന്നസാണ് ഉഹ്റ. ഈ മുഅന്നസായ ഉഹ്റയുടെ ജമ്മാണ് ഉഹർ. അഫ്അലിന്റെ ജമ്മാണ് ഫോയില. അഫ്അലിന്റെ മുഅന്നസാണ്, മറിയപ്പോ തന്നെ അഫ്അലിന്റെ മുഅന്നസാണ് ഫോയില. ഫുഇലയുടെ ജംആണ് ഫുഅൽ. അതുപോലെ ആഹറിന്റെ മുഅന്നസാണ് ഉഖ്റ, അതിന്റെ ജംആണ് ഉഖർ. ഇനിയാണ് നോക്കേണ്ടത്. അപ്പം മറർത്തു ബി നിസാഇൻ ആഹർ, സത്യത്തിൽ അവിടെ ഉഖർന ബി നിസാഇൻ ഉഖർ എന്നാ പറയുന്നത്. ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, ഖുർആനിൽ വന്ന ഫഇദ്ദത്തു മിൻ അയ്യാമിൻ ഉഖർ, ഉഖർ എന്ന് അവിടെ വന്നു. എന്താ പ്രശ്നം നോക്കുക. സത്യത്തിൽ നിസാഇൻ ആഹർ എന്നാ പറയേണ്ടത്. അയ്യാമിൻ ആഹർ എന്നാണ് പറയേണ്ടത്. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇതൊരു ഇസ്മു തഫ്ലീലിന്റെ പദമാണ്. ഇസ്മു തഫ്ലീൽ അഫ്അൽ രൂപത്തിലേക്ക് ഉപയോഗിക്കുന്ന പല സിഫത്തുകളും അങ്ങനെയാണല്ലോ. ഇസ്മു തഫ്ലീലായിട്ട് അക്ബർ, അല്ലാഹു അക്ബർ, ഏറ്റവും വലിയവനാണ്. അപ്പോൾ അതൊക്കെ ഇസ്മു തഫ്ലീൽ എന്നാ പറയാം. ഇസ്മു തഫ്ലീൽ നിങ്ങളത് ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും. ക്ലാസ് കേട്ട ആളുകളാണെങ്കിൽ ഇസ്മു തഫ്ലീലിന്റെ ക്ലാസ് കേട്ടപ്പോൾ അന്ന് പറഞ്ഞിരുന്നു, ഇസ്മു തഫ്ലീല് അലിഫ്ലാമോ ഇലാഫത്തോ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ, അലിഫ്ലാമോ ഇലാഫത്തോ ഇല്ലാത്ത ഒരു അഫ്അൽ ഇസ്മു തഫ്ലീലാണെങ്കിൽ അത് മുഫ്രദ് മുദക്കറായിട്ടേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഒന്നുകൂടി, അലിഫ്ലാമോ ഇലാഫത്തോ ഇല്ലാത്ത ഒരു അലിഫ്ലാമോ ഇലാഫത്തോ ഇല്ലാത്ത അതാണ് ഖൈറുന്നിസ. നിങ്ങൾ മ്യൂട്ടാക്കുന്നത് വളരെ ശ്രദ്ധിക്കണേ, കാരണം അല്ലെങ്കിൽ അത് പ്രയാസമാണ്. ഓക്കെ, അപ്പൊ സത്യത്തിൽ ഇസ്മു തഫ്ലീൽ അലിഫ്ലാമോ ഇലാഫത്തോ ഇല്ല എങ്കിൽ അത് മുഫ്രദ് മുദക്കറായിട്ട് ഉപയോഗിക്കണമെന്നാണ്. ഇപ്പൊ ആഹർ എന്ന പദം സത്യത്തിൽ ഇവിടെയൊക്കെ
അലിഫ്ലാമും ഇലാഫത്തും ഇല്ലാതെ വന്നതാണ്. അപ്പൊ ഏതിന്റെ കൂടെ, മുദക്കറിന്റെ കൂടെ ആണെങ്കിലും മുഅന്നസിന്റെ കൂടെ ആണെങ്കിലും ജമ്മു മുഅന്നസിന്റെ കൂടെ ജമ്മു മുദക്കറിന്റെ കൂടെ ആണെങ്കിലും ഒക്കെ ആഹർ ആഹർ എന്ന് തന്നെ ഇസ്മു തഫ്ദീൽ ഉപയോഗിക്കാവൂ. അപ്പൊ ഉഹർ എന്ന് ഉപയോഗിക്കുന്നത് സത്യത്തിൽ നിയമവിരുദ്ധമാണ്, ഖാഇദക്കെതിരാണ്. അങ്ങനെ പ്രയോഗിച്ചത് കൊണ്ടാണ് അത് മംനൂ മിന സർഫിൽ വരുന്ന അതിലാവുന്നത് ഞാൻ പറഞ്ഞത്. നിങ്ങൾ അത്രയൊന്നും ചിന്തിച്ചില്ല, എന്ത് ചിന്തിച്ചാൽ മതി, ഉഹർ എന്ന പദം അത് മംനൂ മിന സർഫിൽ വരുന്നതാണ്. കാരണം അത് അതിലും സിഫത്തും ചേർന്നതാണ്. ഉഹർ എന്ന പദം മംനൂ മിന സർഫിൽ വരുന്നത് അതിലും സിഫത്തും യോജിച്ചു വന്നത് കൊണ്ടാണ് ആ പദം മംനൂ മിന സർഫിൽ വരുന്നത്. ഇപ്പൊ പരീക്ഷയ്ക്ക് കാരണം എങ്ങനെ ചോദിച്ചാൽ എഴുതണല്ലോ. അപ്പൊ ഞാൻ എങ്ങനെ വന്നു എന്നുള്ളതൊന്ന് പറഞ്ഞു തന്നുള്ളൂ. അത് നിങ്ങൾ സ്ലൈഡ് നോക്കിയിട്ട് കൃത്യമായിട്ട് കൂടി മനസ്സിലാക്കുക എന്നേ ഉള്ളൂ. കാരണം ഡീപ്പായിട്ട് പറഞ്ഞാൽ പല തരത്തിലുള്ള ആളുകൾ ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി പോകണ്ട എന്ന് വിചാരിച്ചാണ് കൂടുതൽ അതിൽ ഫോക്കസ് ചെയ്യാത്തത്. 2 തരത്തിലാണ് അതിൽ സിഫത്തിൽ വരുന്നത്. 1 മുതൽ 10 വരെ ഉപയോഗിക്കുന്ന 2 മുതൽ 10 വരെ ഉപയോഗിക്കുന്ന എണ്ണത്തിലും ആ പറയപ്പെട്ട മറ്റൊന്ന് ഉഹർ എന്ന പദത്തിലും, ഈ 2ലും മാത്രമാണ് സിഫത്തിന്റെ ഗണത്തിൽ വരുന്ന അതിൽ സംഭവിക്കുന്നത്. 1 മുതൽ 10 വരെ പ്രയോഗിക്കുന്ന വാഹിദ് വാഹിദ് എന്നതിന് പകരമായിട്ട് ഉഹാദ് മൗഹദ് എന്ന് പ്രയോഗിക്കുന്ന പ്രയോഗം, അങ്ങനെ 10 വരെ ഉള്ളത്. രണ്ടാമത്തെ ഉഹർ എന്ന പദവും ഇതൊക്കെ മംനൂ മിന സർഫിൽ വരുന്ന സിഫത്തിന്റെ ഗണത്തിൽ പെട്ടതാണ്. ഇതാണ് 2 കാരണങ്ങളെ കൊണ്ട് അലമിന്റെ കൂടെ ഏതെങ്കിലും വരിക, സിഫത്തിന്റെ കൂടെ. അപ്പൊ അലമിന്റെ കൂടെ 6 കാരണങ്ങൾ പറഞ്ഞു, അതിൽ ഏതെങ്കിലും ഒരു കാരണം വരിക. സിഫത്തിന്റെ കൂടെ 3 കാരണങ്ങൾ പറഞ്ഞു, അതിൽ ഏതെങ്കിലും വരിക. ഇത് 2 കാരണങ്ങൾ ചേർന്ന് വരുമ്പോൾ മംനൂ മിന സർഫിൽ വരുന്നതാണ്. അല്ലേ? റുബിൻ ഷാ, സൗണ്ട് കുറവുണ്ടോ? സൗണ്ട് ഓക്കെയാണ് സാർ. ആരൊക്കെ സൗണ്ട് കുറവായിരുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. സാറ് എന്നും എടുക്കുന്ന അത്ര അല്ല, എന്നും സാധാരണ എടുക്കണ സൗണ്ട് ഇല്ല. സൗണ്ട് ഉണ്ട്. ഉണ്ടോ? എനിക്ക് കുറവായി തോന്നി. സൗണ്ട് ഉണ്ട്. നോക്കാം ഇൻഷാല്ലാ. ഏതായാലും ആയിക്കോട്ടെ റുബിൻ ഷാ, അപ്പൊ അതാ കുറവ് വരികയാണോ ഒന്ന് അറിയിക്കണേ. എല്ലാവരും പറഞ്ഞാൽ ബുദ്ധിമുട്ടാകല്ലോ. ഓക്കെ സാർ, ഓക്കെ. ഇനി ഒരു കാരണം കൊണ്ട് മംനൂ മിന സർഫിൽ വരുന്ന ഒറ്റ കാരണം, അത് 3 എണ്ണമാണ്. ഒന്ന് അലിഫുൽ മഖ്സൂറ വരുന്നത്, ഒന്ന് അലിഫുൽ മംദൂദ വരുന്നത്, മറ്റൊന്ന് മുൻതഹൽ ജമ്മ്. ഈ 3 കാരണങ്ങളിൽ നമ്മൾ അവിടെ 2 എണ്ണം പരിശോധിക്കാൻ വേണ്ട. അലിഫുൽ മഖ്സൂറയാണോ അത് മംനൂ മിന സർഫാണ്, അലിഫുൽ മംദൂദയാണോ മംനൂ മിന സർഫാണ്, മുൻതഹൽ ജമ്മാണോ മംനൂ മിന സർഫാണ്. ഇനി ഏതൊക്കെയാണ് അതെന്ന് പറയാൻ നോക്കുന്നത്. ഒന്ന് അലിഫു തഅനീസിൽ മഖ്സൂറ. സുൽമ, സുഹൈർ ബിൻ അബി സുൽമ ഷാഇറുൻ ജാഹിലിയുൻ. അവിടെ സുൽമ എന്ന പദം അത് അലിഫു തഅനീസിൽ മഖ്സൂറയാണ്. ദിക്റ, ഇതൊക്കെ അലിഫു തഅനീസിൽ, അതായത് മഖ്സൂറയുടെ അലിഫ് കൊണ്ട് അവസാനിച്ച പദങ്ങളാണ്. മഖ്സൂറ എന്ന് പറയുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മഖ്സൂറയുടെ അലിഫ് എല്ലാം അലിഫു തഅനീസുൽ മഖ്സൂറയിൽ വരൂല. മഖ്സൂറയുടേത് അലിഫു തഅനീസുൽ മഖ്സൂറ എന്ന ഗണത്തിൽ വരണമെങ്കിൽ 4ാമത്തെ അക്ഷരമായിട്ട് മഖ്സൂറയുടെ അലിഫ് വരണം. ഇപ്പൊ ഹുദ എന്ന പദം അത് മഖ്സൂറയാണ്, പക്ഷെ അത് മംനൂ മിന സർഫിൽ വരുന്നില്ല. എന്തുകൊണ്ട്? അലിഫു തഅനീസിൽ മഖ്സൂറയല്ല. കാരണം ഹുദ എന്ന് പറയുന്നത് 3 അക്ഷരേ ഉള്ളൂ. നമ്മൾ ഹുദൻ എന്ന് പറയാറില്ലേ? ഹുദൻ തൻവീന് കൊടുത്തുകൊണ്ട് പറയുന്നത് എന്തുകൊണ്ടാ? മംനൂ മിന സർഫാണ്, തൻവീൻ കൊടുക്കൂല. ദിക്റൻ എന്ന് പറയാൻ പറ്റൂല, ദിക്റാന്നേ പറയൂ. സുൽമൻ എന്ന് പറയാൻ പറ്റൂല, കാരണം ഇതൊക്കെ അലിഫു തഅനീസിൽ മഖ്സൂറയാണ്. അപ്പൊ അലിഫു തഅനീസുൽ മഖ്സൂറയുടെ ഗണത്തിൽ വരണമെങ്കിൽ 4ാമത്തതോ അല്ലെങ്കിൽ അതിന് ശേഷമോ ഉള്ള അക്ഷരമായിട്ട് അലിഫ് വരണം, എങ്കിൽ അത് മുഅന്നസായ മഖ്സൂറയുടെ അലിഫാകൂ. അല്ലാത്തതൊക്കെ അലിഫുൽ മഖ്സൂറയാണ്. നമ്മൾ മഖ്സൂറാന്റെ പഠിക്കും, ഇറാബ് പഠിക്കുമ്പോ ഒക്കെ മുഖദ്ദറത്തായ ദമ്മത്ത് കൊണ്ട് റഫ് ചെയ്യും, അല്ലെങ്കിൽ മുഖദ്ദറത്തായ കസ്റത്ത് കൊണ്ട് ജെറ് ചെയ്യുന്നൊക്കെ പഠിക്കും. അത് എല്ലാ മഖ്സൂറയും ബാധകമാണ് എന്ന് പറഞ്ഞാൽ 3 അക്ഷരമുള്ളതും 4 അക്ഷരമുള്ളതും 5 അക്ഷരമുള്ളതും ഒക്കെ അതിൽ വരും ഇറാബിന്റെ വിഷയത്തിൽ. പക്ഷെ അതൊക്കെ അലിഫു തഅനീസുൽ മഖ്സൂറ, തഅനീസ് എന്ന ഗണത്തിൽ അത് വരൂല, മുഅന്നസാണി എന്ന ഗണത്തിൽ വരൂല. എന്തുകൊണ്ട്? മുഅന്നസ് എന്ന ഗണത്തിലേക്ക് വരണമെങ്കിൽ
4 അതിൽ കൂടുതലോ ഉള്ളതായിട്ട് വരണം എന്നുകൂടി ശ്രദ്ധിക്കുക. അപ്പൊ ഈ പറയപ്പെട്ടതൊക്കെ എന്താകുന്നു? മഖ്സൂറയുടെ അലിഫിന്റെ ഗണത്തിൽ വരുന്നതാണ്. അത് ഒറ്റ കാരണം കൊണ്ട് മംനൂ മിനൽ സർഫാണ്. ഇറാബ് ഇവിടെ മാറൂല. ഇറാബ് നമുക്ക് പ്രശ്നമില്ല. കാരണം ഇറാബ് എന്താണ്? ഒക്കെ മുഖദ്ദറത്തായത് കൊണ്ട് നമുക്ക് കാഴ്ചയിൽ വരൂല, പരീക്ഷക്ക് അത് ചോദിക്കുകയില്ല. പക്ഷെ തെൻവീൻ വരൂല എന്നുള്ളത് ശ്രദ്ധിക്കുക. ആ രൂപവും കൂടി ഒന്ന് ഓക്കെ ആക്കണം. അപ്പൊ ഈ ഹുദ എന്നുള്ളതൊന്നും തേനീസിന്റെ ഗണത്തിൽ വരൂലേ സാറ്? വരൂല. ഇനി അലിഫുൽ അൽ ഇസ്മുൽ മഖ്തൂം ബി അലിഫി തൈനീസുൽ മഖ്സൂറ വഹിയ അലിഫുൻ സായിദ. ഈ സായിദ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ്. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു. കാരണം സായിദയാവണോ 4-മത്തതാവണം അല്ലെ 5-മത്തതാവണം? 3 അക്ഷരം എന്നത് ഒരു പദത്തിന്റെ ബേസ് ആണ്. അങ്ങനെയാണ് അറബിയിൽ പരിഗണിക്കുക. അപ്പൊ സായിദ എന്ന് കേൾക്കുമ്പോഴെങ്കിലും മനസ്സിലാക്കണം അത് എത്ര ആയിരിക്കും? ഈ പറയപ്പെട്ട സായിദകളൊക്കെ 4-മത്തതായിട്ടാണ് വരിക, അവസാനം വരുന്നതാണ് പറയുന്നത്. ഫി ആഖിറിൽ കലിമ മഫ്തൂഹു മാ ഖബ്ല. അലിഫുൽ ഇസ്മിൽ മഖ്സൂർ മംനൂ മിനസ് സർഫി ലാബുദ്ദ അൻ തകൂന സായിദതൻ. സായിദയായിട്ട് വരുന്നത് മാത്രമേ മംനൂ മിനസ് സർഫിന്റെ ഗണത്തിൽ വരൂ. സുൽമ, ദിക്റ പോലെയുള്ള സായിദയായിട്ട് വരുന്നതാണ് മംനൂ മിനസ് സർഫിന്റെ ഗണത്തിൽ വരുന്നത്. എന്നാൽ അസ്ലാണെങ്കിലോ അത് മുൻസരിഫാണ്. അസൻ, ഫതൻ ഇതൊക്കെ എന്താണ്? അലിഫു തൈനീസിൽ മഖ്സൂറ എന്ന ഗണത്തിൽ വരൂല. അതൊക്കെ മംനൂ മിനസ് സർഫിൽ വരും. അതുകൊണ്ടാണ് തൻവീൻ സ്വീകരിക്കുന്നത് 3 അക്ഷരമൊക്കെ ഉള്ളത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് 1-മത്തെ മംനൂ മിനസ് സർഫിൽ, ഒരു കാരണം കൊണ്ട് മംനൂ മിനസ് സർഫിൽ വരുന്നതിനുള്ളതാണ്. ഇനി മംദൂദയുടെയും അലിഫ് തൈനീസിൽ മംദൂദ് അതും കൂടെ നോക്കാം. ഷുഅറ ഇൽതഖൈതു ബിശ്ശുഅറ സഹറ യഈശുൽ ബദു ഫി സഹറ വാസിയ. അപ്പോൾ ഷുഅറ, സഹറ തുടങ്ങിയ പദങ്ങളൊക്കെ മംനൂ മിനസ് സർഫിൽ വരുന്നതാണ്. കാരണം അത് മംദൂദയുടെ അലിഫു തൈനീസുൽ മംദൂദയുടെ ഗണത്തിൽ വരുന്നതാണ്. അത് മംനൂ മിനസ് സർഫിൽ വരും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊന്ന് നോട്ട് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് മംദൂദ് എന്താണെന്ന് അറിയാൻ മതി. എന്നാൽ 4 രൂപത്തിൽ മംദൂദയുടെ ഹംസ വരും. 4 രൂപത്തിൽ അവസാനം വരുന്ന മംദൂദ വരും. ഒന്ന് അസ്ലിയായത് എന്ന് പറഞ്ഞാൽ ആ ഹംസ അസ്ലിയായ പദമാണ്. ഇൻഷാ, നശഅ എന്ന അൻഷഅ അതാണ് മാറുന്നത്. അൻഷഅ എന്ന് പറയുമ്പോൾ വെർബിൽ തന്നെ അവസാനം ഹംസയാണ്. അതിന്റെ മസ്തർ ഇൻഷാ. ബദഅ, ഇബ്തിദാ. അപ്പൊ ഹംസ അസ്ലിയാണ്. ഒന്നും മാറി വന്നതോ സായിദ ഒന്നുമല്ല. എന്താകുന്നു? പിന്നെ അസ്ലിയാണ്. 2 മുൻകലബായി വരുന്നത്. അസ്ല് അതല്ല, സമാഇന്റെ അസ്ല് സമാവ് എന്നാ. സമാ യസ്മു സമാവ് എന്നാണ്. അത് വ് മാറി ഇബ്ദാൽ ഇഅ്ലാൽ പഠിച്ചതാണ്. വാവ് തൊറഫിൽ വരികയും മുമ്പ് സായിദ അലിഫും വന്നപ്പോൾ വാവിനെ മറച്ച് ഹംസയാക്കി ഇബ്ദാൽ സംഭവിച്ചതാണ്. അപ്പൊ ഹംസയുടെ അസ്ൽ എന്താണ്? വാവാണ്. ബിനായി എന്നാണ് അസ്ല്. ബിനാ എന്ന് മാറി. അപ്പൊ യാ ഓ വാവോ മാറ്റിയിട്ട് ഹംസയാക്കുന്നതുണ്ട്. അസുലിയായ ഹംസയുണ്ട്. 3-മത്തത് സായിദയാവുന്നത് മുഅന്നസിന് വേണ്ടി. അതിന്റെ മുദക്കറിൽ ഹംസ ഇല്ല, മുഅന്നസാക്കും ഹംസ വരും. അഹ്ലർ അതിന്റെ മുഅന്നസാണ് ഖൽറാ. അപ്പൊ അഫ്അൽ, അപ്പൊ അഹ്ലറ എന്ന് വരുമ്പോ അവിടെ എന്ത് സംഭവിക്കുകയാണ്? ഹംസ വരികയാണ്. അഹ്സൻ, ഹസനാ. അപ്പൊ ഹസനാ എന്ന് പറയുന്ന മുഅന്നസ് ആകുമ്പോൾ എന്താണ്? ഹംസ വരികയാണ്. അപ്പൊ തൈനീസിന് വേണ്ടി സായിദയാകുന്നത്. ഇനി ജമ്മിന് വേണ്ടി സായിദയാകുന്നത് അദീബിന്റെ ജമ്മ്. ഉദബാ എന്ന് ജമ്മാക്കും ഹംസ വന്ന്. ആലിമിന്റെ ജമ്മ് ഉലമാ എന്ന് ജമ്മാക്കുമ്പോ ഹംസ വന്ന്. അങ്ങനെ അസ്ലിയായത്, മുൻകലബായത്, തൈനീസിന് വേണ്ടി വന്നത്, ജമ്മിന് വേണ്ടി വന്നത്, ഇങ്ങനെ 4 തരത്തിലുള്ള ഹംസ വരും അവസാനത്തിൽ വരുന്ന ഈ പറയപ്പെട്ട മംദൂദയുടെ ഹംസ. ഇതെല്ലാം മംനൂ മിനസ് സർഫിൽ വരില്ല. ഏതൊക്കെയാണ് മംനൂ മിനസ് സർഫിൽ വരിക എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ 4 രൂപം ഉണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. എന്ന് നമുക്ക് പറയാം. ഇതിൽ സായിദയായിട്ട് വന്നത് മാത്രമാണ് മംനൂ മിനസ് സർഫിൽ വരിക. അത് ജമ്മിന് വേണ്ടി സായിദയായ ഉലമാ പോലെയുള്ളതും മുഅന്നസിന് വേണ്ടി സായിദയായ ഹസന പോലുള്ളതും മംനൂ മിനസ് സർഫിൽ വരും. അതായത് ഫത്ഹത്ത് കൊണ്ട് ജറും തൻവീൻ സ്വീകരിക്കാത്തതുമാണ്. എന്നാൽ അസ്ലിയായ നേരത്തെ പറഞ്ഞ ഇൻഷാ പോലെയുള്ളതോ
മുങ്കലബായ സമാ പോലെയുള്ളതോ ഒന്നും മംനൂ മിന സർഫിൽ വരികയില്ല. അതുകൊണ്ട് സമാ എന്ന് ജെറ് കൊടുത്തുകൊണ്ട് പറയും, അല്ലെങ്കിൽ സമാ എന്ന് തൻവീൻ കൊടുത്തുകൊണ്ട് പറയും. ബിനാ എന്നുള്ളതും ആ രൂപത്തിൽ പറയും. കാരണം അത് അസ്ലിയായതോ അല്ലെങ്കിൽ മുങ്കലബായതോ ആണ്. ഇതൊന്നും മംനൂ മിന സർഫ് എന്ന ഗണത്തിൽ വരുന്ന മംദൂദയുടേതല്ല. അത് സായിദയായിട്ട് വരുന്ന മുഅന്നസിന്റെയോ അല്ലെങ്കിൽ ജംഇനോ വേണ്ടി വരുന്ന ഹംസ മാത്രമാണ് മംനൂ മിന സർഫിൽ വരിക എന്ന് കൂടി മനസ്സിലാക്കുക. ഇതാണ് രണ്ടാമത്തെ മംനൂ മിന സർഫിൽ ഒരു കാരണം കൊണ്ട് മംനൂ മിന സർഫ് ആകുന്നത്. ഒന്ന് അലിഫു തൈനീസിൽ മഖ്സൂറ, മറ്റൊന്ന് അലിഫു തൈനീസിൽ മംദൂദ. ഇനി മൂന്നാമത്താണ് മുൻതഹൽ ജം. മുൻതഹൽ ജം എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ജമ്മ് പഠിച്ച സമയത്ത് ജമ്മു മുദക്കർ സാലിം, സാലിം എന്നും തക്സീർ എന്നും രണ്ട് തരത്തിൽ ജമ്മുണ്ട് എന്ന് കഴിഞ്ഞ ക്ലാസ് കേട്ടവർക്ക് ഓർമ്മ ഉണ്ടാവും. ആ സാലിമാണ് നമ്മൾ രണ്ടാക്കി തിരിച്ചത്. ജമ്മു മുദക്കർ സാലിമും ജമ്മു മുഅന്നസ് സാലിമും എന്ന് രണ്ടായിട്ട് തിരിച്ചത് അതാണ്. എന്നാൽ ഈ പറയപ്പെട്ട ജമ്മു തക്സീർ എന്നത് മറ്റൊരു ജമ്മാണ്. മുഫ്രദിന്റെ രൂപത്തിൽ എന്തെങ്കിലും മാറ്റം വരുന്ന ജമ്മുകൾക്കാണ് ജമ്മു തക്സീർ എന്ന് പറയാന്നൊക്കെ അന്ന് പറഞ്ഞു. ഈ ജമ്മു തക്സീറിന്റെ ഒരു ഇനമാണ് മുൻതഹൽ ജമ്മ്. ജമ്മു തക്സീർ പല രൂപത്തിലുണ്ട് എന്ന് പറഞ്ഞു. ചിലപ്പോൾ ഒരു അക്ഷരം കളയും, ചിലപ്പോൾ ഒരു അക്ഷരം കൂടും, ചിലപ്പോൾ ഒരു ഹർക്കത്ത് മാറും, പല രൂപത്തിലുണ്ട്. അപ്പോ ചില സമയങ്ങളിൽ മുൻതഹൽ ജമ്മിന് ജമ്മു തക്സീറിന് അലിഫ് വരും. ഇപ്പൊ റജുലിന് റിജാൽ എന്ന് അലിഫ് കൂടി, ഇങ്ങനെ അലിഫ് വരും. ഈ അലിഫിന്റെ ശേഷം വളരെ ശ്രദ്ധിക്കണേ, അലിഫിന്റെ ശേഷം രണ്ടോ അല്ലെങ്കിൽ മൂന്നോ അക്ഷരങ്ങൾ അലിഫിന്റെ ശേഷം വന്നിട്ടുണ്ടെങ്കിൽ ആ ജമ്മിനാണ് മുൻതഹൽ ജമ്മ് എന്ന് പറയാം. ഒന്നുകൂടി, ആ ഇപ്പൊ റിജാലി എന്നതിൽ അലിഫിന് ശേഷം ലാമ് മാത്രമാണ് വന്നത്, ഒരക്ഷരം, അത് മുൻതഹൽ ജമ്മല്ല. എന്നാൽ മദാരിസ്, മദ്രസയുടെ ജമ്മാണ് മദാരിസ്, അവിടെ മദാ എന്ന് കണ്ട് റിസ് രണ്ടു പദം വന്നു. ഉസ്പൂർണ ജമ്മാണ് അസ്വാഫീർ. അസ്വാഫീർ എന്നുള്ളത് ഫാ, അസ്വാ എന്ന് കഴിഞ്ഞാൽ ഫാ, യാ, റ, മൂന്നക്ഷരം വന്നു. ഇങ്ങനെ രണ്ടോ മൂന്നോ അക്ഷരം അലിഫിന് ശേഷം വരണം. മൂന്നക്ഷരം ഉള്ളതാണെങ്കിൽ അതിന്റെ മധ്യത്തിലുള്ളത് സുക്കൂനുമാകണം. അസ്വാഫീർ എന്ന് പറയുമ്പോൾ ഫാ, യാ, റാ, അതിൽ നടുക്ക് വരുന്ന യാ സുക്കൂനാണ്. അങ്ങനെ സുക്കൂനുമാണെങ്കിൽ മാത്രമാണ് മുൻതഹൽ ജമ്മ് എന്ന് പറയുക. മസാജിദ്, മസ്ജിദിന്റെ എമ്മാണ്, അലിഫിന് ശേഷം ജീമ് ദാല് രണ്ടക്ഷരം വന്നു. മസ്വാബീഹ്, അലിഫ് മസ്വാ എന്ന് വന്നു, അതിനുശേഷം ബാ, യാ, ഹ മൂന്നക്ഷരം വന്നു. എന്നിട്ട് ആ മധ്യാക്ഷരം യാ സുക്കൂനുമാണ് മസാബീഹ് എന്ന് പറയുമ്പം. ഇങ്ങനെയുള്ള പദത്തിന് ആ മുൻതഹൽ ജമ്മ് എന്ന് പറയാം. അങ്ങനെ യാ മധ്യാക്ഷരം സുക്കൂൻ ആവണം എന്ന് പറയാൻ കാരണം അസാത്തിദത്ത് എന്നൊക്കെ പറഞ്ഞ പദം ഒരിക്കലും മംനൂ മിന സർഫ് അല്ല എന്ന് പറയാനാണ്. ഉസ്താദിന് ജമ്മാണ് അസാത്തിദത്ത്. അസാ എന്നതിന് ശേഷം തി ദത്ത് മൂന്നക്ഷരം അവിടെ വന്നിട്ടുണ്ട്. പക്ഷെ തി എന്നതിന് ഹർക്കത്താണ്, മധ്യാക്ഷരമായ ദ തി ദാലിനും ഹർക്കത്താണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് മുൻതഹൽ ജമ്മിന്റെ ഗണത്തിൽ വരൂല. മധ്യാക്ഷരം സുക്കൂനായി വരൽ നിർബന്ധമാണ്. അങ്ങനെയുള്ളത് മംനൂ മിന സർഫിൽ വരും. അത് ഫതഹത്ത് കൊണ്ട് ജെറും തൻവീൻ വരികയുമില്ല. ഒന്ന് ശ്രദ്ധിക്കണേ, മുൻതഹൽ ജമ്മ എന്ന. അപ്പൊ ഒറ്റ കാരണം കൊണ്ട് വരുന്ന മൂന്നെണ്ണമാണ്. ഇപ്പൊ അലമുകളെ കൂട്ടത്തിൽ 6 കാരണങ്ങൾ പറഞ്ഞു, സിഫത്തിന്റെ കൂട്ടത്തിൽ 3 കാരണങ്ങൾ പറഞ്ഞു, ഒരു കാരണം കൊണ്ട് മംനൂ മിന സർഫിൽ വരുന്ന 3 എണ്ണം പറഞ്ഞു. ഇത്രയുമാണ് ആകെ മംനൂ മിന സർഫിന്റെ ഗണത്തിൽ വരുന്നത്. അത് വളരെ ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഇനി ഒരു കാര്യം പറഞ്ഞിട്ട് നിങ്ങൾ ഡൗട്ടുകളുടെ ടൈപ്പ് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഒരു കാര്യം കൂടി, നമ്മൾ ഈ പറഞ്ഞ കണ്ടീഷനൊക്കെ മംനൂ മിന സർഫിന് കുറെ കാര്യങ്ങൾ പറഞ്ഞു, അതിന് ഉദാഹരണങ്ങൾ പറഞ്ഞു, ഒക്കെ പറഞ്ഞു. മംനൂ മിന സർഫിന്റെ ഏറാബ് എന്താണെന്നും പറഞ്ഞു, ഫതഹത്ത് കൊണ്ട് ജെറ് ചെയ്യണങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഇതിനൊക്കെ ഒരു കണ്ടീഷൻ, നമ്മൾ നേരത്തെ അസ്മാഉൽ ഹംസ പഠിച്ചോ പറഞ്ഞ മാതിരി ഇവിടെ ഒരു പ്രത്യേകത ഉണ്ട്. അലിഫ്ലാമോ ഇലാഫത്തോ ഇല്ലാതെ, മുലാഫായിട്ടോ അലിഫ്ലാമോ ഇല്ലാതെ മംനൂ മിന സർഫ് വന്നാൽ മാത്രമേ ഈ പറയപ്പെട്ട ഫതഹത്ത് കൊണ്ട് ജെറ് എന്ന ഇറാബ് ഉള്ളൂ. അലിഫ്ലാം വരരുത്. ഇലാഫത്ത് ഉണ്ടായത് പരീക്ഷയ്ക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ആയി പോലെ അങ്ങനെയാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ സല്ലം ത്വല അസ്ബക്കിൽ ലാഹിബീൻ. അസ്ബക്ക് എന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ
സിഫത്താണ് അഫ്അല വസനിൽ വരുന്ന. അപ്പൊ സിഫത്ത് അഫ്അല എന്നീ രണ്ടു ഗണത്തിൽ വരുന്നതുകൊണ്ട് മംനൂ മിന സർഫാണ്. പക്ഷെ അവിടെ അസ്ബക്കി എന്ന് പറഞ്ഞു. അസ്ബക്കി എന്ന് പറയാനുള്ള കാരണം ലാഇബീൻ എന്ന മുലാഫിൻ ഇലൈഹി വന്നതുകൊണ്ടാണ്. ഇവിടെ ആരൊന്ന് മസാജിദ് എന്ന മധ്യാക്ഷരം സുക്കൂൻ അല്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അലിഫിന് ശേഷം 2 അക്ഷരം വരിക, അല്ലെ അലിഫിന് ശേഷം 3 അക്ഷരം വരിക. ഈ ശേഷം വരുന്ന 3 അക്ഷരത്തിൽ മധ്യാക്ഷരം സുക്കൂന് എന്നാ പറഞ്ഞത്. കാരണം ടോട്ടൽ പദത്തിന്റെ നടുക്കുള്ള സുക്കൂന് എന്നല്ല. അസാഫീർ എന്ന ഫാ യാ റാ അന്ന് അടുക്കുള്ള യാ സുക്കൂന് അങ്ങനെ വരണമാണ്. ഓക്കെ. സുരീർതു ബി അസാഫീർ ഹദീഖ. അസാഫീർ ഉണ്ടോ? അസാഫീരി സത്യത്തിൽ അത് മുൻതഹൽ ജമ്മാണ് അല്ലെ. അസോ എന്ന് കഴിഞ്ഞിട്ട് ഫീർ ഫാ യാ റാ 3 അക്ഷരം വരുന്നുണ്ട്. പക്ഷെ അത് മുൻതഹൽ ജമ്മായിട്ട് മംനൂ മിന സർഫായിട്ട് ആ ഇറാബ് സത്യത്തിൽ ബി വന്നു കഴിഞ്ഞാൽ അസാഫീറ എന്ന് പറയണം. പക്ഷെ അവിടെ മുലാഫായി. അവിടെ ഹദീഖത്ത് ഒഴിവാക്കിയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ സുരീർതു ബി അസാഫീറ എന്നാ പറയാം. സ്വല്ലൈതു മിനൽ മസാജിദിൽ മുഖ്തലിഫ. മസാജിദ് ഒക്കെ മംനൂ മിന സർഫാണ്. പക്ഷെ അൽ മസാജിദ് അല്ല് വന്നോ അവിടെ പോയി. യഖിലുൽ മാഉ ബി സഹറ അലിഫ് ലാം വന്നു. വളരെ ശ്രദ്ധിക്കുക. നമ്മൾ ഈ പഠിച്ച ഏത് മംനൂ മിന സർഫാണെങ്കിലും അത് ഈ പറയപ്പെട്ട ഫതഹത്ത് കൊണ്ട് ജറ് എന്ന ഇറാബ് ലഭിക്കണമെങ്കിൽ അതിൽ അലിഫ് ലാമോ ഇലാഫത്തോ, ഇലാഫത്തോ മുലാഫായിട്ട് വരരുത്. മുലാഫിൻ ഇലൈഹി ആയിട്ടല്ലേ, മുലാഫായിട്ടോ അല്ലെങ്കിൽ അലിഫ്ലാം ഉള്ളതോ ആയിട്ട് ഈ പറയപ്പെട്ട പദം വരാൻ പാടില്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സാധാരണ പോലെ ഫതഹത്ത് കൊണ്ട് നസ്ബ്, കസ്റത്ത് കൊണ്ട് ജറ്, ലമ്മത്ത് കൊണ്ട് റഫ് എന്ന് സാധാരണ പോലെ ആയിരിക്കും വരികയും ചെയ്യുക. തൻവീന്റെ വിഷയം അവിടെ വരുന്നില്ല. കാരണം ഓട്ടോമാറ്റിക്കലി അത് മുലാഫായിട്ടും അലിഫ്ലാമും ഉണ്ടെ തൻവീൻ വരൂല. അതില്ലാത്ത സ്ഥലത്താണല്ലോ തൻവീന് വരല്. അപ്പോൾ മംനൂ മിന സർഫ് എന്നതിന്റെ നിയമം അതിന് ബാധകമല്ല. അപ്പൊ ഇങ്ങനെ എവിടെങ്കിലും മസാജിദെന്നോ അസാഫീർന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മംനൂ മിന സർഫിന്റെ പദം കാണുമ്പോഴേക്ക് അത് ജെറിന്റെ സ്ഥലത്താണെങ്കിൽ നമ്മളൊന്ന് ആലോചിക്കണം, ഫതഹത്ത് കൊണ്ടാണോ കസ്റത്ത് കൊണ്ടാണോ ജെറ് കൊടുക്കേണ്ടത് എന്ന്. അത് മുലാഫോ അലിഫ്ലാമോ ഉണ്ട് എങ്കിൽ കസ്റത്ത് കൊണ്ട് ജെറ് കൊടുക്കുക, അതില്ല എങ്കിൽ ഫതഹത്ത് കൊണ്ട് ജെറ് കൊടുക്കണം. റഫ് ആണ്, റഫ് ഓക്കെ അല്ലേ? റഫ് സാധാ പോലെ തന്നെയല്ലേ മോളെ? റഫും നസ്ബും സാധാ പോലെയാ. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, അത് എങ്ങനെയായാലും അതിന് ഇലാഫത്ത് ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ചർച്ചയില്ല. ജെറിൽ മാത്രല്ലേ വ്യത്യാസമുള്ളൂ. അപ്പൊ വ്യത്യാസമുള്ള സ്ഥലത്തെ കാര്യമാണ് ഇപ്പം പറഞ്ഞത്. നമ്മൾ മംനൂ മിന സർഫ് എന്ന് പറഞ്ഞാൽ തന്നെ അതെന്താ? ഫതഹത്ത് കൊണ്ട് നസ്ബ്, ലമ്മത്ത് കൊണ്ട് റഫ് എന്നാ ഞാൻ പറഞ്ഞത് തന്നെ. അവിടെ പിന്നെ എന്ത് മാറ്റം വരാനാ? കെസിറത്ത് കൊണ്ട് ജെറി എന്നതിന് പകരം ഫതഹത്ത് കൊണ്ട് ജെറ് ചെയ്യുക, തൻവീൻ വരികയില്ല. ഈ 2 വ്യത്യാസമേ മംനൂ മിന സർഫിനുള്ളൂ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു വെച്ചു. ആ വ്യത്യാസവും മാറി കെസിറത്ത് കൊണ്ട് ജെറ് എന്ന രൂപത്തിലേക്ക് മാറും അലിഫ്ലാമോ ഇദാഫത്തോ ഉണ്ടെങ്കിൽ. ഇത്രയുമാണ് മംനൂ മിന സർഫിൽ വരുന്നത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്ത് ചോദിക്കുക. വോയിസ് ആകുമ്പോൾ ഭയങ്കര പ്രയാസമാവും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്തിട്ട് ടെക്സ്റ്റ് ആയിട്ട് ചോദിച്ചാൽ കയ്യിൽ നിന്ന് പറയാം. അടുത്തതിലേക്ക് പോവുകയാണ്. ഇതാണ് നമ്മൾ പറഞ്ഞു വന്നത്. ഈ പറയപ്പെട്ട ഫുറൂഇയായ അലാമത്തുൽ ഇഅ്റാബുൽ ഫറഇയുടെ 5ാമത്തതാണ് പറഞ്ഞത്. ഓർക്കണേ, ഓരോന്നും അസ്മാഉൽ ഖംസ, മുസന്ന, ജമു മുദക്കർ സാലിം, ജമു മുഅന്നസ് സാലിം, മംനൂ മിന സർഫ് 5 എണ്ണം ഇസ്മുകളെ കൂട്ടത്തിലും 2 എണ്ണം ഫിയലുകളെ കൂട്ടത്തിലും അങ്ങനെ 7 എണ്ണമാണ് ടോട്ടൽ മംനൂ മിന സർഫ് ഉള്ളതെന്ന് ഞാൻ അന്ന് പറഞ്ഞിരുന്നു. അതിൽപ്പെട്ട 5 എണ്ണം ഇസ്മുകളെ കൂട്ടത്തിൽ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഫിയലുകളെ കൂട്ടത്തിൽ 2 എണ്ണം കൂടി. അത് അത്ര പ്രയാസമല്ല, വേഗം പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സാറേ, മുറക്കബ് ഇസ്നാദിക്ക് ഒരു ഉദാഹരണം പറയോ? മോളെ തഅബത്ത് ഷർറൊക്കെ ഞാൻ പറഞ്ഞല്ലോ. അത് ഇസ്നാദ് പറഞ്ഞാൽ ഒരു സെന്റൻസ്, ഒരു ജുംല പേരാക്കി വെക്കുകയാണ്. നീ തഅബത്ത് ഷർറാന്ന് കേട്ടിരിക്കുന്നോ? ജാദൽ മൗലയൊക്കെ പെടൂല ഇതില്? എങ്ങനെ? ജാദൽ മൗല. അതെ, ഒരു ജുംല. നിങ്ങൾക്ക് എന്തും വെക്കാം. നിന്റെ പേരെന്താ? സബീന. എന്നാ? സബീന. സബീന. അപ്പൊ ജാഅത്ത് സബീന ഒരാൾ പേരിട്ടു. അതെന്ത് വരും? ഈ പറഞ്ഞ ഇസ്നാദിൽ വരും. ഒരു സെന്റൻസ് ഒരു പേരാക്കി വെച്ചാൽ. ഇനി ഫിയലുകളുടെ കൂട്ടത്തിൽ അവസാനം മുഅത്തല്ലായ മുളാരിയായ ഫിയൽ വളരെ ശ്രദ്ധിക്കാം. മുളാരി എന്ന് പറയുന്നത് പ്രത്യേകം ഓർക്കണം. ഫിയലുകളുടെ കൂട്ടത്തിൽ മാലി, മുളാരി, അംറ്
ഈ ഏറാബ് വരുന്നത് തന്നെ മുലാരിക്കാണ്. അമ്ര മബിനിയാണ്, മാലി മബിനിയാണ്. അവിടെ ഈ പറഞ്ഞ ഏറാബിന്റെ ചർച്ചല്ല. മുലാരിക്കാണ് ഈ കൺഫ്യൂഷൻ, ഏറാബ് വരുന്നതും വരാത്തതും പ്രശ്നങ്ങളൊക്കെ. ആ മുലാരിന്റെ കൂട്ടത്തിൽ അവസാനം മുഴത്തല്ലായ മുലാരിയായ ഫീൽ. അവസാനം മുഴത്തൽ എന്ന് പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കുക, ഇല്ലത്തിന്റെ അക്ഷരം അലിഫ് വാവ് യ ആണല്ലോ, 3 എണ്ണമാണ്. അപ്പൊ ഇല്ലത്തിന്റെ അക്ഷരം 3 എണ്ണമായതുകൊണ്ട് അവസാനം അലിഫ് വന്നത് മുഴത്തല്ലായ ഫീലാണ്, അവസാനം യാ വന്നത് മുഴത്തല്ലായ ഫീലാണ്, അവസാനം വാവ് വന്നത് 3ഉം വരും. അപ്പൊ യഹ്ഷ എന്ന് പറഞ്ഞാൽ അവസാനം അലിഫുള്ളതാണ്, യർമി എന്ന് പറയുമ്പോൾ അവസാനം യാ ഉള്ളതാണ്, യദ്ഉ എന്ന് പറഞ്ഞാൽ അവസാനം വാവുള്ള ഒരു ഉദാഹരണമാണ്. ഇതൊക്കെ എന്താണ്? മുലാരിയായ മുത്തല്ല ആഖിറായ ഫിഅലാണ്. കാരണം ഒന്ന് അലിഫ് കൊണ്ടാണെന്ന്, യാ കൊണ്ടാണെന്ന്, വാവ് കൊണ്ടാണ്, എല്ലാം വരും മുലാരി മുത്തൽ എന്ന് പറഞ്ഞാൽ. ഞാൻ 3 ആക്കി പറയുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് ഇതിന്റെ ഏറാബിൽ വ്യത്യാസമുണ്ട്, അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. ഇനി റഫ്ഇന്റെ വിഷയത്തിൽ മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ്, വളരെ എളുപ്പമാണ്. മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ട് നമ്മൾ മക്സൂറയിലൊക്കെ പഠിച്ചതുപോലെ മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ്. അത് അലിഫാണെങ്കിലും വാവാണെങ്കിലും യാ ആണെങ്കിലും, ഞാൻ അങ്ങനെ പ്രത്യേകം പറയുന്നില്ല, ഏത് രൂപത്തിലുള്ള മുഴത്തല്ലായ മുലാരിയാണെങ്കിലും വ്യത്യാസമില്ലാതെ റഫ് ആണോ മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ട്. ഇപ്പൊ യഹ്ഷ, യർമി, യദ്ഉ ഇവിടൊക്കെ മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ്. മുഖദ്ദറത്തായ സാങ്കല്പിക 3 തരത്തിലാണ് ഇറാബ് ഉള്ളത്. ഒന്ന് ലാഹിറായത്, മറ്റൊന്ന് മുഖദ്ദറത്തായത്, മറ്റൊന്ന് മഹല്ലില്. ലാഹിറായത് എന്ന് പറഞ്ഞാൽ സാധാരണ ഫത്ഹ് കാണും, അല്ലെ കസ്ർ കാണും. മുഖദ്ദറത്ത് എന്ന് പറഞ്ഞാൽ കാണൂല, അവിടെ സങ്കല്പിക്കാനേ പറ്റൂ. ഇല്ലത്തിന്റെ അക്ഷരങ്ങളൊക്കെ വരുമ്പോഴാണ് മുഖദ്ദറത്തായ ഇറാബ് വരിക. മഹല്ലിൽ എന്ന് പറഞ്ഞാൽ ഇറാബ് കൊടുക്കാൻ കഴിയൂല. ഇപ്പൊ ഒരു ജുംലയാണ് എന്താക്കുന്നത്, ഒരു ഇറാബിന്റെ സ്ഥാനത്ത് വന്നത്, അല്ലെ മബിനിയായ പദ, അതിനൊന്നും ഇറാബ് കൊടുക്കാൻ കഴിയില്ല, അതിനൊക്കെയാണ് മഹല്ലിൽ കിട്ടുക. അങ്ങനെ മഹല്ലില് മുഖദ്ദറത്തായിട്ട് അല്ലെങ്കിൽ ലാഹിറായിട്ട് എന്നീ ഇറാബുകളുണ്ട്. ഓക്കെ, ഇവിടൊക്കെ യഹ്ഷ, യർമി, യദ്ഉ മുലാരിയായ ഫീലുകളാണ്. പിന്നെ നെസ്ബിന്റെയോ ജസ്മിന്റെയോ അദാത്തുകൾ വന്നിട്ടില്ല എങ്കിൽ ഹുലുവ് കൊണ്ട് റഫ് ആണ് മുലാരിയായ ഫീലുകൾക്ക്. അപ്പൊ ഇവിടൊക്കെ മർഫു ആണ്. യഹ്ഷ മർഫു ആണ്, യർമി മർഫു ആണ്, യദ്ഉ മർഫു ആണ്. ഇതൊക്കെ എങ്ങനെയാ റഫ്? മർഫൂ ബിൽ ലമ്മത്തിൽ മുഖദ്ദറ എന്നാണ് പറയുക. കാരണം അവസാനം മുഅത്തല്ലായ മുലാരിയായ ഫീലിന് റഫ് മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ്. ജസ്മോ ഫീലായതുകൊണ്ട് ജസ്മ് വരുമല്ലോ. ജസ്മ് ഇല്ലത്തിന്റെ അക്ഷരത്തിന് കളയല. ഇതൊക്കെ 3ലും സമാണ്. 3 എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവണം, വാവ് കൊണ്ടും യാ കൊണ്ടും അലിഫ് കൊണ്ടും മുഅത്തല്ലായതിനെ ഞാൻ 3 എന്ന് പറയുന്നത്. ലം യഖ്ഷ, ലം യർമി, ലം യദ്ഉ, അവിടെ യഖ്ഷ എന്നുള്ള അലിഫ് കളഞ്ഞ്, യർമി എന്നുള്ള യാ കളഞ്ഞ്, യദ്ഉ എന്നുള്ള വാവ് കളഞ്ഞ്, ഇങ്ങനെ അലിഫും യാവും വാവും ഒക്കെ കളഞ്ഞുകൊണ്ട് ആണ് ഇവിടെ ഇറാബ് ഉണ്ടാവുക. അങ്ങനെ മുഅത്തല്ലായ മുലാരിക്ക് ജസ്മ് എപ്പോഴും ഇല്ലത്തിന്റെ അക്ഷരത്തിന് കളയും. അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ, നമ്മൾ എപ്പോഴും ഓതല അലം തറ കൈഫ, അലം തറാ എന്ന് പറയൂല. തറാന്നുള്ള ലമ്മ് വന്നപ്പം ലമ്മ് ജസ്മിന് വേണ്ടി റ ആ യാഇനെ കളഞ്ഞുകൊണ്ട്, അല്ല അലിഫിനെ കളഞ്ഞുകൊണ്ട് പറഞ്ഞതാണ്. അങ്ങനെ ജസ്മിന് എവിടെ വന്നാലും ആ ഇല്ലത്തിന്റെ അക്ഷരത്തിന് കളയൽ നിർബന്ധമാണ്. ഇനി നെസ്ബോ, നെസ്ബ് അവിടെയാണ് ഞാനിങ്ങനെ 3 ആക്കി പറഞ്ഞതിന്റെ വ്യത്യാസം. അലിഫ് കൊണ്ട് അലിഫുള്ള മുഅത്തല്ലായ ഫീലാണെങ്കിൽ അതിൽ മുഖദ്ദറത്തായ ഫത്ഹത്ത് കൊണ്ട്, അലിഫുള്ളതാണെങ്കിൽ മുഖദ്ദറത്തായ ഫത്ഹത്ത് കൊണ്ട്. ഫിദ മ്യൂട്ട് ചെയ്യും. അലിഫുള്ളതിൽ മുഖദ്ദറത്തായ ഫത്ഹത്ത് കൊണ്ട്. എന്നാൽ വാവോ യാ ഓ ഉള്ളതിലാണെങ്കിലോ ലാഹിറായ ഫത്ഹത്ത് കൊണ്ടും. അപ്പൊ വാവും യാ ഉള്ളതിൽ നസ്ബ് ഒരുപോലെയാണ്, അലിഫുള്ളതിൽ വ്യത്യാസമുണ്ട്. വാവും യാവും ഉള്ളതിൽ സാധാരണ പോലെ ലാഹിറായിട്ട് പറയണം, അലിഫുള്ളതിൽ മുഖദ്ദറത്താണ്. എന്നാൽ പല ആളുകളെയും വായിപ്പിക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അലിഫും യാവും ഒക്കെ ഉള്ളതിൽ, അല്ല യാവും വാവും ഒക്കെ ഉള്ളതിൽ ലാഹിർ അല്ലാതെ മുഖദ്ദറാക്കിക്കൊണ്ട് പറയാറുണ്ട്. അങ്ങനെയല്ല. ലൻ യഖ്ഷ അവിടെ അലിഫാണ്, മുഖദ്ദറത്തായ ഫത്ഹത്ത്. എന്നാൽ ലൻ യർമി എന്ന് പറഞ്ഞാൽ തെറ്റാണ്. ലൻ യർമിയാന്ന് തന്നെ പറയണം, ലൻ യദ്ഉവാന്ന് തന്നെ പറയണം. കാരണം യർമിയ യദ്ഉവ എന്നുള്ളത് യാവും വാവും മുഅത്തല്ലായതിൽ ലാഹിറായ ഫത്ഹത്ത് കൊണ്ടാണ്. ഇതാണ് അവസാനം മുഅത്തല്ലായ മുലാരിയായ ഫീൽ. ഇറാബ് ഒന്നുകൂടി ഓർക്കുക, അതിൽ റഫ് മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ്, അലിഫുള്ളതിലും വാവുള്ളതിലും യാ ഉള്ളതിലും. ജസ്മ് ഇല്ലത്തിന്റെ അക്ഷരത്തിന് കളയലാണ്. നസ്ബ് അലിഫ് കൊണ്ട് മുഅത്തല്ലായതിൽ മുഖദ്ദറത്തായ ഫത്ഹത്ത് കൊണ്ടും, യാ ഓ വാവോ ആണെങ്കിൽ ലാഹിറായ ഫത്ഹത്ത് കൊണ്ടും എന്നാണ് ഈ പറയപ്പെട്ട അവസാനം മുഅത്തല്ലായ മുലാരിയായ ഫീലിന്റെ ഇറാബ്. ഇതാണ് 6ാമത്തെ അലാമത്തുൽ ഇറാബുൽ ഫറയ്യ.
ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി ഒന്നും കൂടി പറയാനേ ഉള്ളൂ. അഫ്ആലുൽ ഖംസ, നേരത്തെ അസ്മാഉൽ ഖംസ പഠിച്ചതുപോലെ അഫ്ആൽ ഖംസ 5 ഫീലുകൾ മുലാരിയായ, ഇതൊക്കെ മുലാരി തന്നെയാണ്. കാരണം മുലാരിയിലെ ഇഅ്റാബുള്ളൂ നേരത്തെ ഞാൻ പറഞ്ഞു. നമ്മൾ ഏതൊരു ഫീലിനെയും സർഫാക്കുമ്പോൾ 14 പാറ്റേൺ വരും. ഇപ്പൊ യഫ്അലു യഫ്അലാനി യഫ്അലൂന, തഫ്അലു തഫ്അലാനി യഫ്അൽന, തഫ്അലു തഫ്അലാനി തഫ്അലൂന, തഫ്അലീന തഫ്അലാനി തഫ്അൽന, അഫ്അലു നഫ്അലു. ഈ 14 പാറ്റേണുകൾ ഒരു മുലാരിയായ ഫീലിൽ ഉണ്ടാവും. ഇതിൽ 5 എണ്ണമാണ് അഫ്ആൽ ഖംസ എന്ന് പറയുന്നത്. അത് അലിഫുൽ ഇസ്നൈനിയോ വാവുൽ ജമാഅത്തോ യാ ഉൽ മുഖാത്തബത്തോ ചേർന്ന് വന്ന യഫ്അലാനി തഫ്അലാനി യഫ്അലൂന തഫ്അലൂന തഫ്അലീന. വളരെ ശ്രദ്ധിക്കണം, ഈ 5 പാറ്റേൺ യഫ്അലാനി തഫ്അലാനി യഫ്അലൂന തഫ്അലൂന തഫ്അലീന. ഇത് യദ്ഹബു ആണെങ്കിൽ അതിൽ വരുന്ന യദ്ഹബാനി തദ്ഹബാനി യദ്ഹബൂന തദ്ഹബൂന തദ്ഹബീന. ഏതൊരു മുലാരിയായ ഫീൽ എടുത്താലും ഈ 5 പാറ്റേൺ അതിൽ വരും. ഈ 5 എണ്ണത്തിനാണ് അഫ്ആൽ ഖംസ എന്ന് പറയാം. അതായത് അലിഫുൽ ഇസ്നൈനിയോ വാവുൽ ജമാഅത്തോ യാ ഉൽ മുഖാത്തബത്തോ ഉള്ളത് എന്നതിന്റെ ഡെഫിനിഷൻ നമ്മൾ ഇങ്ങനെ പഠിച്ചാൽ മതി. യഫ്അലാനി തഫ്അലാനി യഫ്അലൂന തഫ്അലൂന തഫ്അലീന. ഇനി ഇതിന്റെ ഇഅ്റാബ് എന്താണ്? നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫ് എന്ന് പറഞ്ഞാൽ നൂൻ ഉണ്ടാവും റഫിന്റെ സമയത്ത്. സുബൂത്ത് നൂന് കൊണ്ട് റഫ്. യദ്ഹബാനി ഞാൻ റെഡ് കളർ ആക്കിച്ച് മാത്രം നോക്കിയാൽ മതി. സെന്റൻസ് ശരിയാക്കാൻ വേണ്ടി അതിന്റെ കൂടെ ബാക്കി കൊടുത്തുന്നേ ഉള്ളൂ. യദ്ഹബാനി തദ്ഹബാനി യദ്ഹബൂന തദ്ഹബൂന തദ്ഹബീന. ഇവിടെ ഒന്നും നെസ്ബിന്റെയോ ജസ്മിന്റെയോ അദാത്ത് വരാത്തത് കൊണ്ട് ആ മുലാരിയായ ഫീൽ മർഫുവാണ്. എങ്ങനെ മർഫു? യദ്ഹബാനി മർഫൂം ബി സുബൂത്തിൻ നൂനി ലിഅന്നഹു മിനൽ അസ്മാഇൽ അഫ്ആൽ ഖംസ. തദ്ഹബാനി അതും എന്താ മർഫൂം ബി സുബൂത്തിൻ നൂനാണ്. അങ്ങനെ ഓരോന്നും നൂനിനെ സ്ഥിരപ്പെടുത്തൽ കൊണ്ട് റഫ് ആണ്. എന്നാൽ നെസ്ബോ, നെസ്ബ് നൂനെ കളിയൽ കൊണ്ട് ലൻ യദ്ഹബ ലൻ തദ്ഹബ ലൻ യദ്ഹബു ലൻ തദ്ഹബു ലൻ തദ്ഹബി. ലന്ന് വന്നപ്പോഴേ കണ്ട യദ്ഹബാനി എന്നുള്ള നൂന് പോയി, യദ്ഹബു എന്നുള്ള നൂന് പോയി. അങ്ങനെ നൂനെ കളയൽ കൊണ്ടാണ് അഫ്ആൽ ഖംസക്ക് നെസ്ബ്. ലന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും നെസ്ബിന്റെ അദാത്ത് വന്നു കഴിഞ്ഞാൽ നൂനെ കളയണം. ജസ്മും അങ്ങനെ തന്നെ നൂനെ കളയൽ കൊണ്ട ലമ്മ് വന്നാലും ലം യദ്ഹബ ലം തദ്ഹബ ലം യദ്ഹബു ലം തദ്ഹബു ലം തദ്ഹബി ലമ്മ് വന്നു കഴിഞ്ഞാലും നൂനിനെ കളയൽ കൊണ്ടാണ് ജസ്മി. എന്ന് പറഞ്ഞാൽ അഫ്ആൽ ഖംസക്ക് നൂന് കൊണ്ട് റഫ്ഉം നൂനിനെ കളയൽ കൊണ്ട് ജസ്മും നെസ്ബും. ഒന്നുകൂടി, അഫ്ആൽ ഖംസ യഫ്അലാനി യഫ്അലൂന തഫ്അലാനി തഫ്അലൂന തഫ്അലീന എന്ന 5 എണ്ണമാണ്. അത് നൂന് കൊണ്ട് റഫ്ഉം നൂനിനെ കളയൽ കൊണ്ട് നെസ്ബും ജസ്മും എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് ടോട്ടൽ പഠിച്ചത് 3 എണ്ണമാണ് അലാമാത്തുൽ ഇറാബുൽ ഫറഇയിൽപ്പെട്ട. ഒന്ന് മംനൂ മിനസ് സർഫാണ്. അതിന് ഫതഹത്ത് കൊണ്ട് ജെറ് എന്നതും തൻവീൻ വരികയില്ല എന്നുള്ളതുമാണ്. അത് അലമിന്റെ കൂട്ടത്തിൽ 6 എണ്ണം ഏതൊക്കെയാണെന്ന് പഠിച്ചു. സിഫത്തിന്റെ കൂട്ടത്തിൽ വരുന്ന 3 എണ്ണം ഏതൊക്കെയാണെന്ന് പഠിച്ചു. ഒരു കാരണം കൊണ്ട് മംനൂ മിനസ് സർഫിൽ വരുന്ന 3 എണ്ണം ഏതൊക്കെയാണെന്ന് പഠിച്ചു. അതിന് ഷർത്ത് എന്താണ് ഇറാബ് ലഭിക്കണമെങ്കിൽ എന്നും പഠിച്ചു. അടുത്തത് അലിഫ് മുഅത്തലായ മുലാരിയായ ഫിഅലാണ്. അത് റഫ് ലഭിക്കുന്നത് മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടും ജസ്മ് ലഭിക്കുന്നത് ഇല്ലത്തിന്റെ അക്ഷരത്തിന് കളയൽ കൊണ്ടും നസ്ബ് ലഭിക്കുന്നത് അലിഫ് കൊണ്ട് മുഅത്തലായതിൽ മുഖദ്ദറത്തായ ഫതഹത്ത് കൊണ്ടും യാ ഓ വാവോ ആണെങ്കിൽ ലാഹിറത്തായ ഫതഹത്ത് കൊണ്ടും എന്ന് പഠിച്ചു. 7ാമത്തത് അഫ്ആൽ ഖംസയാണ് പഠിച്ചത്. അഫ്ആൽ ഖംസ യഫ്അലാനി യഫ്അലൂന തഫ്അലാനി തഫ്അലൂന തഫ്അലീന എന്നീ 5 എണ്ണമാണെന്നും അതിന് റഫ് ലഭിക്കുന്നത് നൂന് കൊണ്ടാണെന്നും നെസ്ബും ജസ്മും നൂനെ കളയൽ കൊണ്ടാണെന്നുമാണ് പഠിച്ചത്. ഇങ്ങനെ 7 എണ്ണമാണ് ടോട്ടൽ. ഒന്നാമത് നമ്മൾ തുടങ്ങിയ അസ്മാഉൽ ഖംസ, മുസന്ന, ജമ്മു മുദക്കർ സാലിം, ജമ്മു മുഅന്നസ് സാലിം, അതുപോലെ മംനൂ മിനസ് സർഫ്, അതുപോലെ മുഅത്തലായ മുലാരിയായ ഫീൽ, ഈ പറയപ്പെട്ട അവസാനത്തെ അഫ്ആൽ ഖംസ. അസ്മാഉൽ ഖംസക്ക് മറക്കരുത്. അസ്മാഉൽ ഖംസക്ക് വാവ് കൊണ്ട് റഫ്ഉം അലിഫ് കൊണ്ട് നസ്ബും യാ കൊണ്ട് ജെറും എന്നുള്ളതാണ്. മുസന്നക്ക് അലിഫ് കൊണ്ട് റഫ്ഉം യാ കൊണ്ട് നസ്ബും ജെറും എന്നുള്ളതാണ്. ജമ്മു മുദക്കർ സാലിമിന് വാവ് കൊണ്ട് റഫ്ഉം യാ കൊണ്ട് നസ്ബും ജെറും എന്നാണ്. ജമ്മു മുഅന്നസ് സാലിമിന് ലമ്മത്ത് കൊണ്ട് റഫ്ഉം കസ്റത്ത് കൊണ്ട് നസ്ബും ജെറും എന്നും, മംനൂ മിനസ് സർഫിന് ഫതഹത്ത് കൊണ്ട് ജെറ് തൻവീൻ വരികയില്ല എന്നും, അതുപോലെ ഈ പറയപ്പെട്ട മുഅത്തലായ മുലാരിയായ ഫീലിന് ലമ്മത്ത് മുഖദ്ദറത്താണ്, ജസ്മ് ഇല്ലത്തിന്റെ അക്ഷരത്തിന് കളയലാണ്, നസ്ബ് അലിഫുള്ളതിൽ മുഖദ്ദറത്തും യാ ഓ വാവോ ഉള്ളതിൽ ലാഹിറത്തുമാണെന്നും, അഫ്ആൽ ഖംസ നൂന് കൊണ്ട് മർഫൂവും നൂനെ കളയൽ കൊണ്ട് നസ്ബും ജസ്മുമാണെന്നുമാണ് ടോട്ടൽ. ഇത്രയുമാണ്
അലാമാത്തുൽ ഇറാബിൽ ഫറയ വരുന്നത്. ഇത് തിരിച്ചും മറച്ചും പല ചോദ്യത്തിൽ പല രൂപത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് നിങ്ങൾ ഓരോ ചോദ്യന്റെയും നഹ്വിന്റെ ഭാഗം ഒന്ന് എടുത്ത് ശ്രദ്ധിച്ചാൽ കാണാം, ഇതേഴും കൃത്യമായിട്ട് മനസ്സിലാക്കിയവർക്ക് ഒരുപാട് ആൻസറുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഇത് മനസ്സിലാക്കാതെ വേറെ കുറെ കാര്യങ്ങൾ പഠിച്ചവർക്ക് ഇവിടെ തെറ്റിപ്പോകാനും സാധ്യതയുണ്ട്. കാരണം അതതിന്റെ കൂടെയൊക്കെ പലപ്പോഴും മംനൂ മിന സർഫൊക്കെ ചേർത്ത് കൊണ്ട് വരുമ്പോൾ അതതിന്റെ നിയമം മാത്രം പഠിച്ച ഒരാളെ സംബന്ധിച്ച് അത് തെറ്റാറുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഇത്രയുമാണുള്ളത്. എന്തെങ്കിലും നമുക്കിനി നേരെ ചോദ്യത്തിലേക്ക് കടക്കാം ഇൻഷാ അല്ലാഹ്. ഏതാനും ചില ചോദ്യങ്ങളാണ്. ടെക്സ്റ്റ് ചെയ്ത് അയക്കിയ ഓരോ ചോദ്യത്തിന് ആൻസർ കിട്ടും. 1, മ്യൂട്ട് ചെയ്യാത്തവർ ചെയ്യണേ. ആരാണ്? സർഫുദ്ദീൻ. സിയും ഡിയും ഒക്കെ വരുന്നത് നമുക്ക് നോക്കാം. ബി പറഞ്ഞിട്ടുണ്ട്. ശരിയായത് സി ആണ്. കാരണം ധനായതുനു എന്നാണ് ഫിയല്. അപ്പൊ ധനായതുനു ഇപ്പം നമ്മൾ പഠിച്ചിട്ടേ ഉള്ളൂ. ഇത് ഏതിൽപ്പെട്ടതാ? ഇത് അവസാനം മുഴത്തല്ലായ മുലാരിയായ ഫിയലാണ്. അതിന് ജസ്മ് ഇല്ലത്തിന്റെ അക്ഷരത്തിനെ കളിയൽ കൊണ്ടാണ്. അപ്പൊ വാവ് കളഞ്ഞു. ലം യദുനു എന്ന് പറയണം. ലം യദുൻ അല്ല, ലം യദുനു എന്നല്ല, ജസ്മിന് ഇല്ലത്തിന്റെ അക്ഷരത്തിനെ കളിയൽ കൊണ്ടാണ്. എന്താ ഇലാഫത്ത് എന്തോന്ന് ചോദിച്ചല്ലാരോ? ഒന്ന് ടൈപ്പ് ചെയ്യും, ഞാൻ കണ്ടില്ല. ആരും ടെക്സ്റ്റ് അയച്ചെന്തായിരുന്നു? ഓക്കെ. 2, ഓക്കെ. ബി ആണ്. വഫി അസാത്തിദത്തിൽ മദ്രസത്തി. അസാത്തിദത്തി എന്നുള്ളത് മുലാഫായിട്ടാ വന്നതും പിന്നെ അത് മംനൂ മിന സർഫിന്റെ ഗണത്തിൽ വരുന്നതുമല്ല. അപ്പൊ ഏതായാലും അസാത്തിദത്തി എന്ന് തന്നെയാണ് വരിക. ബി ആണ് ശരി. അതെല്ലാവരും ശരി പറഞ്ഞിട്ടുമുണ്ട്. മൂന്ന്. ഓക്കെ, സി ആണ് ശരിയായത്. ബി ആരോ പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധിക്കാം. കാരണം കൈ വന്ന് അല്ലൻ കൈ ഇതിനൊക്കെ മുലാരിക്ക് നെസ്ബ് ചെയ്യുന്നതാണ്. യഖ്ലി എന്നുള്ളത് യാവ് കൊണ്ട് മുഴത്തല്ലായ ഫീലാണ്. യാവ് കൊണ്ട് മുഴത്തല്ലായും വാവ് കൊണ്ട് മുഴത്തല്ലാണെങ്കിലും നെസ്ബ് ഫത്തഹത്ത് കൊണ്ടാണ്, ലാഹിറായ ഫത്തഹത്ത് കൊണ്ടാണെന്ന് പറയുമ്പം കൈ യഖ്ലിയ എന്ന് പറഞ്ഞാലേ ശരിയാവൂ. 4. ഇതൊക്കെ പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങളാണ് പലതും. ഓക്കെ, ബി ആണ്. പരീക്ഷയ്ക്ക് വന്നതായതുകൊണ്ട് എല്ലാവരും ഓൾറെഡി വർക്കൗട്ട് ചെയ്തിട്ടുണ്ടാവും വിചാരിക്കുന്നത്. എന്തായാലും ഫവായിദ ജമ്മത്തൻ എന്നാണ് വരിക. ഇന്നയുടെ ഇസ്മാണ്, ഇസ്മിന് നെസ്ബാണ്. അപ്പൊ ഫവായിദ എന്ന് പറയുമ്പോൾ തൻവീൻ കൊടുക്കാനും പറ്റും. കാരണം ഫായിദത്തിന്റെ ജമ്മാണ് ഫവായിദ്. ഫവായിദ് എന്നുള്ളത് അലിഫിന്റെ ശേഷം 2 അക്ഷരങ്ങൾ വന്നതുകൊണ്ട് മുൻതഹൽ ജമ്മാണ്. മുൻതഹൽ ജമ്മാകുമ്പോൾ തൻവീൻ കൊടുക്കാൻ പറ്റില്ല, മംനൂ മിന സർഫ് ആയതുകൊണ്ട് ഫവായിദ എന്നേ പറയാൻ പറ്റൂ. അതിനുശേഷം വന്ന ജമ്മത്തൻ എന്നത് ഫവായിദയുടെ സിഫത്താണ്. അത് തൻവീൻ കൊടുത്തുകൊണ്ട് പറയുകയും വേണം. അപ്പൊ ഇന്നലിൽ മുത്വാലഅതി ഫവായിദ ജമ്മ എന്നാണ് പറയുക. ലിൽ മുത്താലഅത്തി എന്ന ജാറ് മജ്റൂർ ഖബർ മുഖദ്ദമാണ്. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഇന്നക്കോ അല്ലെങ്കിൽ അതുപോലെ കാനാഹവാത്തിനോ ഏതിനെങ്കിലും ശേഷം തൊട്ട് ശേഷം ജാറ് മജ്റൂറോ ലർഫോ വന്നാൽ അത് ഖബർ മുഖദ്ദമായിട്ടാണ് വരിക എന്ന്. അത് വളരെ ശ്രദ്ധിക്കുക, അല്ലെ തെറ്റിപ്പോകും. കാരണം ഇത് അറിയാത്ത ഒരാൾ പെട്ടെന്ന് ഫവായിദു ജമ്മത്ത് എന്നുള്ള 4ാമത്തത് കൊടുക്കും എന്നർത്ഥം. അപ്പൊ അങ്ങനെ വരരുത്. 5.
ഓക്കെ, സി ആണ്. അത്ഫഅതു സലാസത മസാബിഹ എന്നാണ്. കാരണം മിസ്ബാഹിന്റെ ജമ്മാണ് മസാബിഹ്. മസാബിഹ് എന്നത് മുൻതഹൽ ജമ്മിൽ വന്നതുകൊണ്ട് മംനൂ മിന സർഫാണ്. സലാസക്ക് ശേഷം പിന്നെ 3 മുതൽ 10 വരെ ജമ്മാക്കി ജെറ് ചെയ്യണം എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ജമ്മാക്കി ജെറ് ചെയ്യുമ്പോൾ ഫതഹത്ത് കൊണ്ട് ജെറായതുകൊണ്ട് മസാബിഹ എന്നുള്ള ജമ്മാക്കിയുള്ള ജെറാണ് ശരിയാവുക. ഒന്നാമത്തത് മുഫ്രദാണ്, അത് പറ്റൂല. രണ്ടാമത്തത് ഫതഹാണ്, അത് പറ്റൂല. നാലാമത്തത് കെസ്റ് കൊടുത്ത് തൻവീൻ വന്നു, അത് പറ്റൂല. രണ്ടാമത്തേൽ തെൻവീൻ വന്നു, തെൻവീനും വരാൻ പാടില്ലല്ലോ. അപ്പം മസ്വാബിഹ എന്നതാണ് ശരിയായത്. സർ ഇതിനൊന്ന് ഇറാബ് പറയോ? നിങ്ങൾ തന്നെ പറയൂ. ചോദിച്ച ആളറിയുന്നു. അത്ഫഅതു ഫിഅലും പറയൂ. ഫായിലും വന്നു. ഉം. സലാസ ഉം. മഫ്ഊൽ ബിഹി. ആ മസാബിഹ ആ അതും അവിടെ ജെറിട്ടാൻ കാരണം എന്താ? മുലാഫുൻ ഇലൈഹി. മുലാഫുൻ മുദാഫിലേക്ക്. ഇലൈഹി മജ്റൂർ ബിൽ ഫതഹ എന്നാ പറയാം. ഓക്കെ, ലന്നഹു മംനൂ സർഫ്. അതെ, ഫതഹത്തുകൊണ്ടായത് മംനൂ മിന സർഫ് ആയതുകൊണ്ട്. ഫീലും ഫായിലും മഫൂലും കൂടിയ ജുംലയാണ്. അതിന്റെ കൂടെ മുലാഫുൻ ഇലൈഹി വന്നതാണ്. 3 മുതൽ 10 വരെ ഉള്ളതൊക്കെ മുലാഫുൻ ഇലൈഹി ആയിട്ടാണ് പിന്നെ ജെറ് കിട്ടുന്നത് അതതിന്. 10ന് ശേഷം 11 മുതൽ 99 വരെ തെമ്മീസ് എന്ന നിലക്കാണ് നെസ്ബ്. പിന്നെ 100, 1000 ഒക്കെ കൂടെയും മുലാഫുൻ ഇലൈഹി ആയിട്ടാണ് ജെറ്, മുഫ്രദായിട്ട് ജെറ് ചെയ്യുന്നത്. മുലാഫായിട്ട് വരികയാണെങ്കിലാണ് സാറ് പറഞ്ഞത് അത് മംനൂ മിന സർഫിന്റെ ഇതൊന്ന് ഒഴിവാകാന്. അതെ, മുലാഫായിട്ട് ഞാൻ പ്രത്യേകം പറഞ്ഞത് മുലാഫുൻ ഇലൈഹി അല്ല. മുലാഫ് ഇലാഫത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ മുലാഫായിട്ട് വരികയാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട വിഷയം ഇലാഫത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ മുലാഫായിട്ട് വരികയാണ്. അതാണ് ഇലാഫത്ത് ചെയ്യാന്ന് പറഞ്ഞാൽ. അതിലേക്ക് മറ്റൊന്ന് ചേർക്കലല്ലേ ഇത് ഇലാഫത്ത് ചെയ്യാം. മറ്റേത് സിംഗിൾ ആയിട്ട് വന്നതല്ലേ. ഓക്കെ സർ, താങ്ക് യു. 6. ഓക്കെ, സി ആണ് യഖ്ലി എന്നുള്ളത്. യഖ്ലി എന്നത് ഫിഅല് മുളാരിയാണ്. അത് നെസ്ബിന്റെയോ ജസ്മിന്റെയോ അദാത്ത് വരാത്തത് കൊണ്ട് മർഫു ആണ്. മർഫു നമ്മൾ പഠിച്ചിട്ടുണ്ട്. അവസാനം മുഅ്തലായ മുളാരിയായ ഫിഅലിന് മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ട് റഫ്, മർഫു ബിൽ ലമ്മത്തിൽ മുഖദ്ദറ എന്നുള്ള മൂന്നാമത്തതാണ് ശരിയായത്. ഓക്കെ, ശരിയായത് രണ്ടാമത്താണ്. ദഹബ ഇലൽ മദ്ലൂം ഇല ഉമറ ബിനിൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അതിന്റെ അടുക്കൽ പോയി. അപ്പൊ ഇവിടെ ചില ആളുകൾ തെറ്റിപ്പോവാറുണ്ട്. ഉമറ എന്നുള്ളത് മംനൂ മിന സർഫാണ്. കാരണം നേരത്തെ നമ്മൾ പഠിച്ചു മഅദൂലായ അലമാണ്. അലം മംനൂ മിന സർഫാവും ഫതഹത്ത് കൊണ്ട് ജെറ് കിട്ടണം. പിന്നെ ഇബ്നി എന്നത് വരുമ്പം അത് മുലാഫുൻ ഇലൈഹി അല്ലേ, അതുകൊണ്ട് മുലാഫായിട്ട് വന്നാൽ ഇവിടെ ഈ ഇറാബ് കിട്ടൂലല്ലോ എന്ന് പറയാറുണ്ട്, അങ്ങനെ വിചാരിക്കാറുണ്ട്. ഇബ്നിന്റെ ഇറാബ് ഒരിക്കലും മുലാഫുൻ ഇലൈഹി അല്ല എന്ന് മനസ്സിലാക്കണം. ഇബ്ന് സിഫത്താണ്, ഉമറിന്റെ സിഫത്തായിട്ടാണ് ഇബ്ന് വരുന്നത്. ഖത്താബ് എന്നത് മുലാഫുൻ ഇലൈഹിയാണ്. അത് ഇബ്നിന്റെ മുലാഫുൻ ഇലൈഹി ആയിട്ട് വരുന്നത്, ഉമറിന്റെ മുലാഫുൻ ഇലൈഹി അല്ല. അപ്പൊ ഉമറ എന്നുള്ളത് തന്നെയാണ് ശരി. ഉമൈ എന്നൊക്കെ തെറ്റി എഴുതാൻ സാധ്യതയുണ്ട്, ശ്രദ്ധിക്കുക. 8. ഖുർആന്റെ ആയത്താണ് ഇതൊക്കെ. ഖുർആന്റെ ആയത്തുകൾ പലപ്പോഴും പരീക്ഷകൾക്ക് ചോദിക്കാറുണ്ട്. ശരിയായത് സി ആണ്. കാരണം മിഹ്റാബിന്റെ ജമ്മാണ് മഹാരീബ്, തിംസാൽ, തമാസീൽ. അപ്പൊ മഹാരീബ് ഒക്കെ അലിഫിന് ശേഷം 3 അക്ഷരങ്ങൾ വന്നാണ്. തമാസീലൊക്കെ അതൊക്കെ മുൻതഹൽ ജമ്മിൽ വന്നു. അതുകൊണ്ട് മംനൂ മിന സർഫ് ആയതുകൊണ്ട് ഫതഹത്ത് കൊണ്ട് ജറാണ്. ചോദ്യം മനസ്സിലാവുന്നു വിചാരിക്കുന്നു. ഏതെങ്കിലും ക്ലിയർ ആവാത്ത ഉണ്ടെങ്കിൽ ടൈപ്പ് ചെയ്താൽ മതി.
ഓക്കെ. ഫിഅലുൽ മുളാരിഉം മൻസൂബ് ബിഹദ്ഫിൻ നൂൻ, നൂനെ കളയൽ കൊണ്ട് അൻ തദ്ഹബൂ, നിങ്ങൾ കൊണ്ടുപോവൽ. തദ്ഹബൂന എന്നുണ്ടാവും. യദ്ഹബു യദ്ഹബാനി യദ്ഹബൂന, തദ്ഹബു തദ്ഹബാനി യദ്ഹബുന, തദ്ഹബു തദ്ഹബാനി തദ്ഹബൂന, നിങ്ങൾ കൊണ്ടുപോകാം. അപ്പൊ അൻ തദ്ഹബൂ എന്നുള്ളത് ഇവിടെ അത് അഫ്ആൽ ഹംസയാണ്. അഫ്ആൽ ഹംസക്ക് നൂനെ കളയൽ കൊണ്ടാണ് നസ്ബ് എന്ന് പഠിച്ചു. അപ്പൊ നസ്ബിന്റെ സമയത്ത് നൂന് കളഞ്ഞുകൊണ്ട് പറയണം. അപ്പൊ ഫിഅലുൻ മുളാരിഉൻ മൻസൂബും ബിഹദ്ഫിൻ നൂനി എന്നതാണ് ശരി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ ഡി ആണ്. മുളാരിഉ മർഫൂഉ ബി ലമ്മത്തിൽ മുഖദ്ദറ. ലാ തുഗ്നി എന്നുള്ളത് അവസാന മുഅത്തല്ലായ ഫീലാണ്. ആ ലാമ് നഫിയുടെ ലാമാണ്, നെഹിയുടെ ലാമാണ് ജസ്മി ചെയ്യുക, ചെയ്യരുത് എന്ന കൽപ്പനയുള്ള. ലാ എന്നുള്ള ഈ ലാമ് നഫിയുടെ ലാമാണ്, അത് ജസ്മി ചെയ്യൂല. അപ്പൊ സ്വാഭാവികമായിട്ടും നസ്ബിന്റെയോ ജസ്മിന്റെയോ അദാത്ത് വന്നിട്ടില്ലെങ്കിൽ റഫ് ആണ്. റഫ് ഇവിടെ ഇല്ലത്തിന്റെ അക്ഷരമായതുകൊണ്ട് മുഖദ്ദറത്തായ ലമ്മത്ത് കൊണ്ടാണ്. മുളാരിഉൻ മർഫൂഉൻ ബിൽ ലമ്മത്തിൽ മുഖദ്ദറ എന്നുള്ളതാണ് യഥാർത്ഥ ഇതിന്റെ ആൻസർ. ഖുർആന്റെ ആയത്തുകളൊക്കെ പരീക്ഷയ്ക്ക് പലപ്പോഴും വരാറുണ്ട്. അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണുള്ളത്. വഅഖ്തതിമു കലാമി ബിഹാദാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അത്യാവശ്യം ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് ചോദിക്കാം ഇൻഷാ അല്ലാഹ്, അല്ലെങ്കിൽ നമുക്ക് കൺക്ലൂഡ് ചെയ്യാം.